ഭാഗവത്തെ പോലെ തന്നെ വളരെ അധികം തത്വങ്ങൾ നമ്മുടെ മുന്നിലേക്ക് പറയുന്നതാണ്. ഭാഗവതം ആരംഭിക്കുമ്പോൾ ദേവി ഭാഗവതം അവസാനിക്കുന്നിടത്ത് ദേവി ഭാഗവതം ആരംഭിക്കുന്നു നമ്മൾ പറഞ്ഞു. ഭാഗവതം അവസാനിക്കുന്നത് ശ്രീ പരീക്ഷിത് മഹാരാജാവിന്റെ മകനായ ജനമേജയൻ തന്റെ അച്ഛനെ തക്ഷകൻ എന്ന സർപ്പം മനഃപൂർവ്വം കടിച്ചു കൊന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഋതുക്കളെ വിളിച്ച് ഒരു സർപ്പസത്രം നടത്തുകയും അതിലേക്ക് നിരപരാധികളായ സർപ്പങ്ങൾ വന്ന് വീഴുന്നത് കണ്ടിട്ട് ആ സർപ്പസത്രം അവസാനിപ്പിക്കാൻ വ്യാസര് ജനമേജയനോട് ആവശ്യപ്പെടുകയും അതനുസരിച്ച് വ്യാസർ അത് അഭിപ്രായപ്രകാരം അദ്ദേഹം നിർത്തിവെക്കുകയും ചെയ്തു. അതിനുശേഷം ഈ ചെയ്തതിൽ നിനക്ക് മഹാപാപം ഉണ്ടാകാൻ ഇടയുണ്ട്, അതുകൊണ്ട് ഈ പാപം തീരാനായി നീ രംഭായാഗം നടത്തണമെന്ന് ആര് പറഞ്ഞു കൊടുത്തു? വ്യാസര് ജനമേജയനോട്. അപ്പോഴ് ആ അംബായാഗത്തിന്റെ വിധി പറഞ്ഞു തരാൻ വ്യാസരോട് ജനമേജയൻ അപേക്ഷിക്കുമ്പോഴാണ് വ്യാസ ഭഗവാൻ അദ്ദേഹത്തിന് ഈ ദേവി ഭാഗവതം ഉപദേശിക്കുക. നിങ്ങൾ ഈ ഭാഗവതവും ദേവി ഭാഗവതത്തിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ശ്രദ്ധിച്ചു കേട്ടാൽ മനസ്സിലാകും. ഭാഗവതം ഉപദേശിക്കുന്നത് ശ്രീ പരീക്ഷിത് മഹാരാജാവിന് വ്യാസന്റെ പുത്രനായ ശ്രീ ശുക ബ്രഹ്മർഷിയാണ്. ദേവി ഭാഗവതം ഉപദേശിക്കുന്നത് ശ്രീ പരീക്ഷിത് മഹാരാജാന്റെ മകനായ ജനമേജയന് വ്യാസൻ തന്നെ നേരിട്ട് ഉപദേശിക്കും. ഇതാണ് ഇതിന്റെ ഒരു വ്യത്യാസം. നിങ്ങൾ നോക്കൂ, വ്യാസരാണ് ഇതെല്ലാം എഴുതിയത്, പക്ഷേ വ്യാസരല്ല ഭാഗവതം ഉപദേശിച്ചത്. വ്യാസരാണ് ഇവിടെ ദേവി ഭാഗവതം ഉപദേശിക്കുന്നത്. ഇവിടെ രണ്ടുപേരുടെയും കേൾക്കുന്നവരുടെയും പറയുന്നവരുടെയും കാര്യം ബോധ്യപ്പെട്ടാൽ ഇത് മനസ്സിലാകും. ഭാഗവതത്തെ സംബന്ധിച്ച് തികച്ചും ഒരു സിദ്ധാന്ത ഗ്രന്ഥമല്ല, അതൊരു വേദാന്ത ഗ്രന്ഥമാണ്. ശ്രീമദ് ഭാഗവതം, വിഷ്ണു ഭാഗവതം അതൊരു വേദാന്ത ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അത് കർമ്മത്തെയും കർമ്മ ബന്ധങ്ങളെയൊക്കെ നിഷേധിച്ചാണ് സംസാരിക്കുക. പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിത് ചെയ്യാൻ പാടില്ല എന്ന് ഉറപ്പിച്ച് നിങ്ങളോട് പറയും. അതിന് അങ്ങനെ ചെയ്തിട്ട് അബദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ള രാജാക്കന്മാര്, ഋഷികള്, സന്യാസികള്, ഗൃഹസ്ഥന്മാര്, ഇവരുടെയൊക്കെ കഥകൾ, ദേവന്മാരുടെ കഥകളൊക്കെ പറഞ്ഞു തന്ന് നമുക്ക് മനസ്സിലാക്കി തരും. ഇവിടെ ദേവി ഭാഗവതം നമ്മളോട് നിങ്ങളത് ചെയ്തോളൂ, ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല, പക്ഷേ ചെയ്തിട്ട് നിങ്ങൾ കർമ്മബന്ധത്തിൽ പെടരുത് എന്ന് പഠിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഭാഗവതത്തിൽ ശരീര വിഷയത്തിന് അത്ര കണ്ട് പ്രാധാന്യമില്ല. ഏത് ഭാഗവത്തിൽ? വിഷ്ണു ഭാഗവത്തിൽ. പക്ഷെ ദേവി ഭാഗവത്തിൽ ശാരീരിക രക്ഷയെക്കുറിച്ചും ശരീരത്തിന്റെ രക്ഷ എങ്ങനെ ചെയ്യണമെന്നെ കുറിച്ചും വളരെ കാര്യമായി പറഞ്ഞു നൽകും. അതാണ് ഇവിടെ ഗുണതത്വ സ്വരൂപണമൊക്കെ പറഞ്ഞപ്പോ കർമ്മത്തെക്കുറിച്ച് ഭഗവതി തന്നെ അച്ഛനായ പാർവതി തന്നെ അച്ഛനായ ഹിമവാൻ ഉപദേശിച്ചു കൊടുത്തു. അതിനുശേഷം സത്യവാൻ സാവിത്രി യമദേവനുമായുള്ള സംവാദത്തിൽ കർമ്മസ്വരൂപത്തെ വീണ്ടും പറഞ്ഞു. അതിനുശേഷം ചോദിച്ചു, ഈ മോക്ഷം ലഭിക്കണം എന്ന് നമ്മൾ പറയുന്നത് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ടാണല്ലോ. അങ്ങനെയാണെങ്കിൽ ശരീരത്തെ രക്ഷിക്കപ്പെടേണ്ടതാണോ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ശരീരത്തെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധിക്കുക. ശരീരത്തെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? രണ്ട് തരത്തിലുള്ള മാർഗങ്ങളാണ് ശരീരത്തെ രക്ഷിക്കാനുള്ളത്. രണ്ട് തരത്തിൽ ശരീരത്തെ കാണണം. ഒന്ന് ബാഹ്യമായും മറ്റൊന്ന് ആന്തരികമായും. ബാഹ്യമായി ശരീരത്തെ രക്ഷിക്കാൻ ബാഹ്യമായ പ്രവൃത്തികളും ആന്തരികമായ ശരീരത്തെ രക്ഷിക്കാൻ ആന്തരികമായി ലഭിക്കുന്ന പ്രവൃത്തികളും ചെയ്യണം. ശരീരം എത്രയുണ്ട് എന്ന് ചോദിച്ചപ്പോ 5 ഉണ്ട് എന്ന് പറഞ്ഞു. അന്നമയം, മനോമയം, ചിന്മയം, വിജ്ഞാനമയം, ആനന്ദമയം. അങ്ങനെ 5 ശരീരം, പഞ്ചദേഹങ്ങളാണ് പറഞ്ഞത്. ദേഹം എന്ന വാക്കിന്റെ അർത്ഥം ദഹിച്ചു പോകുന്നത് കൊണ്ട് അതിനെ എന്ത് വിളിച്ചു? ദേഹം. മൃതമായി പോകുന്നതുകൊണ്ട് മൃതദേഹം എന്ന് വിളിച്ചു. അപ്പൊ ദഹനത്തോടുകൂടി ഏതൊരു വസ്തുവിനെ കൊണ്ടെങ്കിലും നശിച്ചു പോകുന്നതായതുകൊണ്ട് അതിനെ ദേഹം എന്ന് വിളിച്ചു. അപ്പോ ഈ ദേഹത്തെ ശരീരം ആദ്യം ഖലു ധർമ്മ സാധനം, ധർമ്മകർമ്മങ്ങൾ ചെയ്യാൻ ശരീരം ഒരു ഉപാധിയായി നിൽക്കുന്നിടത്തോളം കാലം ആ ശരീരത്തെ ഗംഭീരമായി രക്ഷിക്കേണ്ടത് ജീവൻ നിലനിൽക്കേണ്ടതിന് ആവശ്യമായതുകൊണ്ട് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ
വൈകിട്ട് കിടക്കുന്നത് വരെ ശരീരരക്ഷയ്ക്കുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ആദ്യം എഴുന്നേൽക്കുമ്പോ ഇവിടെ പറഞ്ഞു പ്രഭാതത്തിൽ തന്നെ എഴുന്നേൽക്കാം. പ്രഭാതം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ഭാസിക്കുന്നതാണ്. എന്താ പ്രകർഷം? ആനന്ദം, ചൈതന്യം, ശക്തിക്ക് ആധാരം. അതാണ് ഈ പ്രഭാഷണം വാക്കിനർത്ഥം അങ്ങനെയല്ലേ? പ്രകർഷേണ ഭാഷിക്കുന്നത്, ആനന്ദം ഉണ്ടാക്കുന്നതാണ് ആ പ്രഭാഷണം. പ്രസംഗം അങ്ങനെയല്ലല്ലോ, ഉദ്യോഗം ജനിപ്പിക്കുന്നതാണ് പ്രസംഗം. ഇത് ആനന്ദം ഉണ്ടാക്കുന്നതാണ്. രണ്ട് തരത്തിലാണ് ചെയ്യുക നമ്മൾ. ഒന്ന് കുറച്ച് കൂടുതൽ ഉച്ചത്തിലും വേഗത്തിലും ഒക്കെ ചെയ്യും. പ്രഭാഷണം കുറച്ച് മിതമായിട്ടും ആയിരിക്കും പറയുക. അപ്പോ ഈ പ്രഭാതത്തിൽ തന്നെ ഉണരണം. പ്രഭാതം ഏത് സമയത്ത് ആരംഭിക്കും? നമ്മൾ ടൈം പറഞ്ഞാൽ ഏകദേശം ഒരു 3:30 മണി മുതൽ ഉദയത്തിന് മുൻപ് വരെയുള്ള കാലഘട്ടത്തെയാണ് പ്രഭാത സമയം അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ നമ്മൾ പറയുക അല്ലേ? ഇപ്പൊ എത്ര മണിക്കാ ഉദയം ഉണ്ടാകുക? ഇവിടൊക്കെ കുറച്ച് നേരത്തെ ഉണ്ടാകും. ചില സമയത്ത് പകല് കൂടുതലായിരിക്കും അല്ലെ? പകൽ രാത്രി കുറവായി കാണാം. ഉത്തരായനും ദക്ഷിണായനും ഒക്കെ അനുസരിച്ചാണ് അത് ഉണ്ടാകുക. ഈ രാത്രിയും പകലും എങ്ങനെയാ ഉണ്ടാകുക? സൂര്യൻ ഉദിക്കുന്നോ അസ്തമിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. സൂര്യൻ ഒരു സ്ഥലത്ത് നിൽക്കുകയും സൂര്യൻ ഭൂമിയെ ചുറ്റുകയും ചെയ്യാണ്. ഭൂമി സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത് സ്വയം കറങ്ങിക്കൊണ്ടാണ് സൂര്യനെ ഭൂമി പ്രദക്ഷിണം ചെയ്യുന്നത്. ഒരു തവണ ഭൂമി കറങ്ങാൻ എടുക്കുന്ന സമയത്തെ ഒരു ദിവസം എന്ന് വിളിച്ചു. 24 മണിക്കൂർ സ്വയം കറങ്ങിക്കൊണ്ട് സൂര്യനെ ചുറ്റാൻ ഭൂമി എടുക്കുന്ന സമയത്തെ ഒരു വർഷം എന്ന് വിളിച്ചു. 365 ദിവസം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ഭൂമി ഉരുണ്ടതാണ്, ആപ്പിൾ പോലെ ഇരിക്കുകയാണ് നമ്മൾ പഠിച്ചു വെച്ചത് അല്ലെ? ഭൂമി പൂർണ്ണമായി ഉരുവല്ല, മുകളിലും താഴെ കുറച്ച് ആപ്പിൾ പോലെ കുറച്ച് താഴ്ന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഭൂമി കറങ്ങുമ്പോൾ സൂര്യന്റെ പ്രകാശം ഏൽക്കുന്ന സ്ഥലം പകലെന്നും ഏൽക്കാത്ത സ്ഥലത്തെ രാത്രി എന്നും വിളിച്ചു. ധ്രുവപ്രദേശം താഴെയും മുകളിലുണ്ട്. എന്തുകൊണ്ടാ? സൂര്യന്റെ പ്രകാശം അവിടെ ഏൽക്കുന്നതേ ഇല്ല. അതുകൊണ്ടത് റൗണ്ടായിരിക്കുന്ന വസ്തു അങ്ങനെയാണല്ലോ. ഒരു ബോളില് പ്രകാശം അടിച്ചാൽ മുകളിലും താഴെയും കുറച്ച് കുറവായിരിക്കും വെക്കുക. അവിടെയൊക്കെ മഞ്ഞ് മൂടിക്കിടക്കുന്നു കൂടുതൽ. അത് ധ്രുവപ്രദേശമായി പറയും. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രിയും പകലും ഉണ്ടാകുന്ന ആർക്ക് തോന്നുകയാണ്? നമുക്ക് തോന്നുകയാണ്. നമുക്ക് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ചില മണ്ടന്മാരെ പറയുന്നത് ഭൂമി പരന്നതാണ്. എന്താണ്? ഭൂമി കറങ്ങുകയാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷെ ഭൂമിയിൽ നിന്ന് നേരിലേക്ക് ചന്ദ്രനിലൊക്കെ പോയവരെടുത്ത ദൃശ്യം അനുസരിച്ച് നമുക്ക് കാണാൻ സാധിച്ചു. ഭൂമി എന്ത് ചെയ്യുന്നു? കറങ്ങിക്കൊണ്ട് ഗോളങ്ങളായിട്ടൊക്കെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്കത് അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല. ഒരു ഉദാഹരണം നേരത്തെ നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ്? നമ്മൾ ഉള്ളിലേക്ക് നോക്കിയാൽ സത്യം മനസ്സിലാകും, പുറത്തേക്ക് നോക്കിയാലാകും മായ മനസ്സിലാകുക. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ട്രെയിനിലെ ഈ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യുന്ന ട്രെയിനിലേക്ക് നോക്കിയാൽ പുറത്തൂടെ യാത്ര ചെയ്യുന്ന ട്രെയിൻ അവിടെ നിൽക്കുകയാണെന്നും നമ്മുടെ ട്രെയിൻ യാത്ര ചെയ്യുന്നതായിട്ട് തോന്നുന്നത് പോലെ, അയ്യോ നമ്മുടെ ട്രെയിൻ പോയോ എന്ന് നോക്കിയിട്ട് ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ട്രെയിൻ അവിടെ നിൽക്കുകയാണ്, പുറത്തുള്ള ട്രെയിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭൂമിയുടെ പുറത്ത് നിന്ന് ഉള്ളിലേക്ക് നോക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇത് മനസ്സിലാവാത്തത്. ഭൂമി കറങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഭൂമിയുടെ പുറത്ത് പോയി നിന്നിട്ട് മുന്നിലേക്ക് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാകും? ഭൂമി കറങ്ങുന്നതാണെന്ന് മനസ്സിലാകും. ഒരു ഭൂഗുരുത്ത ആകർഷണ ബലം കൊണ്ട് എല്ലാ വസ്തുക്കളെയും ഭൂമി തന്റെ അച്ചുതണ്ടിലേക്ക്, ഒരു പ്രത്യേക പോയിന്റിലേക്ക് ആകർഷിച്ച് പിടിച്ചു നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഇങ്ങനെ സ്വസ്ഥമായി നടക്കുകയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ആകർഷണം എല്ലാ സ്ഥലത്തിലും ചന്ദ്രനിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പറന്നു നടക്കുന്നു എന്ന് തോന്നുന്നത് നമുക്ക് ആകർഷണത്വം ഇല്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനെ ഭൂമി കറങ്ങുന്നത് കൊണ്ട്, സൂര്യൻ ഒരു സ്ഥലത്ത് നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് രാത്രിയും പകലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് പരമമായ സത്യമാണെങ്കിലും മനുഷ്യന് ജീവിക്കാൻ എന്ത് വേണം? ഒരു കാലക്രമവും ഒരു വ്യവസ്ഥയും വേണ്ടതുകൊണ്ട് എന്ന് പറഞ്ഞു. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. അപ്പൊ ചോദിച്ചു, ദിക്കുകളൊക്കെ വേണമല്ലോ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഒരു ദിക്ക് വേണ്ടി. അതെന്ത് തീരുമാനിച്ചു? സൂര്യൻ ഉദിക്കുന്ന സ്ഥലം കിഴക്കെന്നും സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം പടിഞ്ഞാറെന്നും തീരുമാനിച്ചു. അതിന്റെ എതിർവശങ്ങളെ തെക്ക് വടക്കായി തീരുമാനിച്ചു. കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാൽ, ഒരു മനുഷ്യൻ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാൽ അയാളുടെ വലത് ഭാഗം ഏത് ദിക്കായിരിക്കും? തെക്കായിരിക്കും അല്ലേ? ഇപ്പൊ എവിടെങ്കിലും പോയിട്ട് ദിക്ക് കണ്ടുപിടിക്കാൻ എന്താ മാർഗം? കിഴക്ക് മാത്രം ചോദിക്കുക, അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. അതിന്റെ വലത് ഭാഗം എന്തായിരിക്കും? നമ്മളൊക്കെ ചില സ്ഥലത്ത് വിട്ടുപോകും. ഇവിടെയും എപ്പോഴെങ്ങോട്ടാണ് നമ്മൾ ഇരുന്ന് ഇരിക്കുന്നത്? വടക്കോട്ടാണ് ഇരിക്കുന്നത് അല്ലേ? ആണോ? ഞാൻ ഇരിക്കുന്ന തെക്കോട്ട്, നിങ്ങൾ ഇരിക്കുന്ന കൂട്ടാ? ഞാൻ ഇരിക്കുന്ന വടക്കോട്ട്, നിങ്ങൾ ഇരിക്കുന്ന കൂട്ടാ? എന്നെ തന്നെ എല്ലാം തെറ്റിയും.
പക്ഷെ എനിക്ക് മുഴുവൻ തോന്നുന്നതെന്ന് അറിയുമോ, ഞാൻ ഇരിക്കുന്നത് കിഴക്കോട്ടാണ്. അന്ന് മുതലേ എനിക്ക് തോന്നുന്നത് എന്താ, ഞാൻ ഇരിക്കുന്നത് കിഴക്കോട്ടാണ്, ക്ഷേത്ര ദർശനം വേറെ എന്നൊക്കെ തോന്നുക. പക്ഷെ കുറച്ചു നേരം കണ്ണടച്ച്, ആദ്യം വന്ന കാലഘട്ടത്തിലൊക്കെ അങ്ങനെ തോന്നി, കുറച്ചു നേരം കണ്ണടച്ച് ഇതിങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി വന്നപ്പോ ഇടയ്ക്ക് എന്ത് ചെയ്യും, നമുക്ക് യാത്രയും അനുഭവിക്കില്ലേ, കാട് ചുറ്റിപ്പോയി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, ദിക്കൊക്കെ അറിയാതെ വയ്യാതെ പോയി എങ്ങോട്ടെങ്കിലൊക്കെ പൊക്കളയും. അപ്പൊ നമുക്ക് പ്രവർത്തനത്തിന് വേണ്ടി എന്ത് വേണം, ഒരു ദിക്ക് വേണം. അങ്ങനെയാണെങ്കിൽ 4 ദിക്കാണോ? അല്ല, എത്ര ദിക്കുണ്ട്? 10 ദിക്കുണ്ട്. ആർക്ക് അങ്ങനെ പേര് കിട്ടിയത്? ദശരഥൻ. എന്തായിരുന്നു നേമി നഗരത്തിന്റെ പേര്? ദശരഥൻ എങ്ങനെ പേര് കിട്ടിയത്? 10 ദിക്കിലേക്കും രഥം പായിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ സാധിക്കുന്നവൻ ദശരഥൻ. എത്ര? 10 ദിക്ക്. 4 ദിക്ക് നമ്മളിപ്പോ പറഞ്ഞത്. അതിന്റെ കോൺ ഭാഗത്ത് 4 വിദിക്ക് എന്ന് പറയും. തെക്ക് വടക്ക്, വടക്ക് കിഴക്ക്, ഇങ്ങനെ കോണായിട്ട് മുകളിലും താഴെയുമായി നോക്കിയിട്ട് 10 ദിക്കുകൾ ഉണ്ട്. അങ്ങനെയുള്ളതിനെ ദശരഥൻ എന്ന് വിളിക്കാൻ കാരണം അദ്ദേഹം അങ്ങനെയാണ്. ഈ 10 ദിക്കുകളിൽ 4 ദിക്കിനെ പ്രധാനമായും കണ്ട് നമ്മൾ നമ്മുടെ ദിനചര്യകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആര് പഠിപ്പിച്ചു? ആചാര്യം പഠിപ്പിച്ചു. എന്തിനെ ആശ്രയമാക്കിയിട്ടാണ്? സൂര്യനെ ആശ്രയമാക്കിയിട്ടാണ്. സൂര്യനാണ് ആശ്രയം എന്ന രീതിയിൽ നോക്കൂ. അതുകൊണ്ട് തന്നെ കിടന്നുറങ്ങാൻ ദിക്ക് പറഞ്ഞു. ഏതൊക്കെ? എങ്ങോട്ട് തലവെച്ച് കിടന്നുറങ്ങണം? ഞാൻ നിങ്ങളുടെ ശരീരരക്ഷയാണ് പറയുന്നത്, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇത് ഭാഗവതം ഗംഭീരമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. നന്നായി മനസ്സിലാക്കിയാൽ ഏകദേശം കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. എങ്ങോട്ട് തലവെച്ച് കിടന്നുറങ്ങണം? കിഴക്കോട്ടെന്നുള്ള കൈവർത്തു. പറ്റുള്ളൂ. തെക്കോട്ടെന്നുള്ളൊരു കൈവർത്തു. ഏറ്റവും നല്ലത് തെക്കോട്ടാണ്. പക്ഷെ നമ്മൾ തെക്കോട്ട് കിടക്കാൻ നമുക്ക് എന്താണ്? പേടിയാണ്. മുത്തശ്ശിയൊക്കെ പറയും, കേടാ രാവിലെ വെള്ളം കൂടെ പൊതിച്ചാൽ മതി ഇല്ലേ? അങ്ങനെ പറയാറില്ല. എന്താണ്? വേണ്ട വടക്കോട്ട്, പാടില്ല പടിഞ്ഞാട്ട്, ആവാം കിഴക്കോട്ട്, നല്ലത് തെക്കോട്ട്. നല്ലത് തെക്കോട്ട് തലവെച്ച് കിടക്കാൻ നല്ലത്. പക്ഷെ നമുക്ക് മാനസികമായി എന്തെങ്കിലും ഭയമുള്ളവർ എന്ത് ചെയ്യരുത്? തെക്കോട്ട് തലവെച്ച് കിടന്നുറങ്ങരുത്, ഉറങ്ങാൻ പറ്റില്ല. ഇനി അറിയാതെ പടിഞ്ഞാറോ വടക്കോ തെക്കാണെന്ന് വിചാരിച്ചോ കിഴക്കാണെന്ന് വിചാരിച്ചോ നമ്മൾ കിടന്നുറങ്ങും. ഇതുകൊണ്ട് ചിന്തയ്ക്കാണ് വളരെ പ്രധാനം, മനസ്സിന്റെ സമാധാനമാണ് പ്രധാനം. ഇതുവരെ കിഴക്കോട്ട് നന്നായി കിടന്നുറങ്ങി, നാളെ പോയി തെക്കോട്ട് കിടന്ന് തുടങ്ങാതിരിക്കരുത്, കിഴക്കോട്ട് തന്നെ കിടന്നുറങ്ങിക്കണം. ശരീരത്തിന്റെ പ്രധാനം മനസ്സിലല്ലേ ശക്തി. മനഃശക്തി ഇല്ലെങ്കിൽ നമ്മളൊരു ഒരു ഒരു അപകടമുള്ള ഒരു സ്ഥലത്ത് ചെന്ന് പെട്ടു. നമുക്ക് അറിയില്ല അപകടമുള്ളത്, പക്ഷെ അപകടമുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? ആകെ വിഷമമാണ്. ഞങ്ങൾക്കൊക്കെ ഈ നാട്ടിലൊക്കെ വീട് താമസിക്കാൻ തരും ആചാര്യന്മാരല്ലേ, ഇവരൊക്കെ മന്ത്രസിദ്ധിയുള്ളവരാണെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലുമൊക്കെ തൂങ്ങിലൊക്കെ വീടും, അല്ലെങ്കിൽ ചത്തുപോയി ഇവിടെ കയറ്റി തരിക. അപ്പൊ അവരൊക്കെ താമസിച്ചാൽ ഈ പ്രേതഭൂതാദികളൊക്കെ നമ്മുടെ കൂടെ പോകുമല്ലോ, നമ്മുടെ ഇരിക്കട്ടെ, അതിനുവേണ്ടി അങ്ങനെ വീട് തരാറുണ്ട്. പക്ഷെ നമുക്ക് വിഷമം ഉണ്ടാവില്ല, ഇത് അറിയുന്നത് വരെ വിഷമം ഉണ്ടാവില്ല. 7-ാം ദിവസം 6-ാം ദിവസം രാത്രി വന്ന് ആരെങ്കിലും പറയും അന്ന് ഉറങ്ങാൻ പറ്റില്ല, അവിടെ തൂങ്ങിയിരിക്കുന്നു ഇവിടെ തൂങ്ങിയിരിക്കുന്നു എന്നൊക്കെ തോന്നും. ഈ പഴയ വീടുകളിലൊക്കെ ചെന്നാല് പണ്ടുള്ള എല്ലാ മുത്തശ്ശന്മാരുടെയും ചിത്രം എന്ത് ചെയ്യും? ഇങ്ങനെ നിരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോ അവിടെ ചെന്ന് കിടന്നാലും എഴുന്നേറ്റ് നോക്കുമ്പോൾ അദ്ദേഹം ചിരിക്കുന്നവരൊക്കെ തോന്നുന്നു രാത്രിയിൽ. ഇതൊക്കെ മനസ്സിന്റെ പ്രശ്നമാണ്. മനസ്സിൽ ധൈര്യം ഇല്ലെങ്കിൽ എന്ത് പറ്റും? ആകെ പ്രശ്നമാവും. അതുകൊണ്ട് കിഴക്കോട്ട് നിങ്ങൾക്ക് കംഫർട്ടായിട്ട് കിടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ മാറ്റി കിടന്നുള്ളത്. വടക്കോ പടിഞ്ഞാറാണ് തല വെച്ചിട്ടുള്ളവർ എന്ത് ചെയ്യണം? മാറി കിഴക്കോട്ടോ തെക്കോട്ടോ ആക്കുന്നത് നല്ലതാണ് എന്ന് പറയും. ഇത് നോക്കൂ, ഏത് വശം തിരിഞ്ഞ് കിടന്നുറങ്ങണം? കിടന്നുറങ്ങേണ്ടത് ഇടതുവശം, എഴുന്നേൽക്കേണ്ടത് വലതുവശം. എന്തിനാണ് ഇടതുവശം തിരിഞ്ഞെടുക്കാൻ പറയുന്നത്? ഹാർട്ട് ഉണ്ടോ? പലർക്കും ഇല്ലെന്നാ പറയുന്നത്. അപ്പൊ ഉണ്ടെങ്കിൽ ഹൃദയത്തിന്റെ ജോലി എന്താ? ബ്ലഡിനെ പമ്പ് ചെയ്യുക. പമ്പ് ചെയ്യാൻ ആവശ്യമായ രീതിയിൽ, അതിന് വലിയ വിഷമമില്ലാത്ത രീതിയിൽ നല്ല ബ്ലഡ് അതിന് കിട്ടുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? ഇടതുവശത്ത് തിരിഞ്ഞ് കിടന്നാൽ എന്ത് ചെയ്യും? നന്നായി പമ്പ് ചെയ്യും. നമ്മൾ തലയിണ വെക്കാറില്ലേ? അതിന്റെ പേരെന്താ? തല ഇണയാണ്. ഇണ തലയ്ക്കൊരു ഇണയാണ് അല്ലേ? തലയ്ക്കൊരു ഭാരമാകരുത്. അപ്പൊ ഈ ഇങ്ങനെ കിടക്കുമ്പോ നമ്മുടെ ഈ കഴുത്ത് ഭാഗത്തെ ഒടിവുണ്ടല്ലോ, അതിങ്ങനെ കിടന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഈ ഭാഗത്ത് കുറച്ച് വിഷമം ഉണ്ടാവും. അപ്പൊ അതൊന്നും ഉയർന്നിരിക്കാൻ പാകത്തിന് എന്ത് വെക്കാവും? തലയിണ. വലിയ തലയിണയൊക്കെ എടുത്ത് വെച്ചിട്ട് കിടന്ന് ഉറങ്ങരുത്. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് ഈ ബ്ലഡ് കുറച്ചു കാലം കഴിയുമ്പോൾ ഹൃദയത്തിന്റെ ഒക്കെ പമ്പിങ് പ്രഷറൊക്കെ കുറയും. 40, 45, 50 വയസ്സൊക്കെ ആകുമ്പോൾ ഈ ബ്ലഡൊക്കെ നന്നായി നാരമായിട്ടുള്ള നെർവസിലേക്ക് പമ്പ് ചെയ്ത് കയറാൻ കുറവാകും. കുറെ കഴിയുമ്പോൾ തലവേദന തുടങ്ങും. അങ്ങോട്ട് ബ്ലഡിനെ കിട്ടിയില്ലെങ്കിൽ അത് പ്രവർത്തനം കുറയ്ക്കും. അപ്പൊ നമുക്ക് തലവേദന ഉണ്ടാവും, ഓർമ്മക്കുറവൊക്കെ വരും. അതുകൊണ്ട് ഇണ പോലെയുള്ള ചെറിയ ഉയർച്ചയുള്ള തലയിണ മാത്രമേ വെച്ചിട്ട് കിടക്കാവൂ. ഇടതുവശം തിരിഞ്ഞ് കിടക്കണം. എഴുന്നേൽക്കുമ്പോ വലതുവശം തിരിഞ്ഞിട്ട് എഴുന്നേൽക്കണം. ഇതിനാണ് ഇങ്ങനെ എഴുന്നേൽക്കാൻ പറഞ്ഞത്.
ഇടതുവശം തിരിഞ്ഞ് കിടക്കുന്ന നമ്മളുടെ ബ്ലഡിന്റെ സംക്രമണം ശരീരത്തിൽ ഒന്നും കൂടി ഒന്ന് പൂർണ്ണമാകാൻ വേണ്ടിയിട്ടാണ് ഇടതുവശം അത്രയും നേരം കിടന്ന് എത്ര മണിക്കൂർ ഉറങ്ങണം? ഒരു 6-8 മണിക്കൂറെങ്കിലും ഉറങ്ങണ്ടേ? അപ്പൊ അത്രയും കിടക്കുന്ന ആൾക്കാർക്ക് അത് മാറാനാണ് വലതുവശം തിരിഞ്ഞു കിടന്നു. അല്പസമയം ഇവിടെ കിടക്കണം അല്ലെ? വെറുതെ പെട്ടെന്ന് എഴുന്നേക്കരുത്. 2 മിനിറ്റെങ്കിലും വലതുവശം തിരിഞ്ഞ് കിടന്നു. ആ സമയം നമ്മളോട് അത് പറഞ്ഞു, ഓം വരയ്ക്കാൻ പറഞ്ഞു, നാരായണ ജപിക്കാൻ പറഞ്ഞത് അവിടെ കിടക്കാനാണ്. പതുക്കെ എഴുന്നേറ്റ് ഇരിക്കുക. തെക്കോട്ട് തലവെച്ച് കിടക്കുന്നവർ വടക്കോട്ട് തിരിഞ്ഞിരിക്കും അല്ലേ? കിഴക്കോട്ട് തലവെച്ച് കിടന്നവർ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കും. ദിക്കൊക്കെ എവിടെന്നറിയുമോ? കിഴക്ക് ദേവന്മാരുടെ ദിക്ക്, പടിഞ്ഞാറ് ഗുരുക്കന്മാരുടെ ദിക്ക്, തെക്ക് പൃഥുക്കളുടെ ദിക്ക്, വടക്ക് ശൂന്യമായ ദിക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ കേരളീയർ കൂടുതലും വടക്ക് ഭാഗത്ത് അടുക്കള ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ഒക്കെ എങ്ങോട്ട് വലിച്ചെറിഞ്ഞു? വടക്കോട്ട് കളഞ്ഞു. എന്താണ്? ഇവിടെ ശൂന്യമായ ദിക്കാണ്. നിങ്ങൾ ശൗചാലയമൊക്കെ പണിയുമ്പോൾ വടക്കോട്ട് തിരിഞ്ഞ് ശൗചം ചെയ്യണം. കാരണം അവിടെ ശൂന്യമായ ദിക്കായതുകൊണ്ടാണ്. അങ്ങനെ ഇരിക്കാൻ പറയും. തെക്ക് ആരുടെ ദിക്ക? പൃഥുക്കള്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കൂ, ഉഗ്രദേവന്മാരല്ലാത്ത ഒരു ദേവനും പടിഞ്ഞാട്ടോ വടക്കോട്ടോ ഇരിക്കാറില്ല. ഉഗ്രദേവന്മാർ എങ്ങോട്ടിരിക്കും? പടിഞ്ഞാട്ടോ വടക്കോട്ടോ ഇരിക്കും. അതല്ലെങ്കിൽ ഉപദേവന്മാർ ഇരിക്കുന്നതിന് വ്യവസ്ഥയില്ല. സാധാരണ സാത്വിക ദേവന്മാരൊക്കെ എങ്ങോട്ടേ ഇരിക്കും? കിഴക്കോട്ടായിരിക്കും ഇരിക്കുക. വടക്കോട്ടോ പടിഞ്ഞാട്ടോ ഇരിക്കുന്ന ദേവന്മാരൊക്കെ ഗുരുക്കന്മാരായിരിക്കും. അല്ലെങ്കിൽ അത്ര കൊണ്ട് ശിവൻ, ഭദ്രകാളി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. ദേവി സങ്കല്പമുള്ളവരൊക്കെയും എങ്ങോട്ടിരിക്കും? വടക്കോട്ട് പടിഞ്ഞാട്ടിരിക്കും. വിഷ്ണു ഭഗവാൻ അങ്ങനെ സൗമ്യമായ ദേവന്മാരൊക്കെ എങ്ങോട്ട് ഇരിക്കാറില്ല? വടക്കോട്ട് പടിഞ്ഞാട്ടോ ഇരിക്കാറില്ല. ഒരു കിഴക്കോട്ടേ ഇരിക്കും. ഇത് കിഴക്ക് ദേവന്റെ ദിക്കും, വടക്ക് ശൂന്യദിക്കും, പടിഞ്ഞാറ് ഗുരുക്കന്മാരുടെ ദിക്കും, തെക്ക് പൃഥുക്കളുടെ ദിക്കും. ഒരു ദേവൻ തെക്കോട്ടിരിക്കാറുണ്ട്. ആരാണ്? മഹാദേവന്റെ ഏത് രൂപ തെക്കോട്ടിരിക്കുന്നത്? ദക്ഷിണാമൂർത്തി. അങ്ങോട്ടായിരിക്കുന്നത് ചിന്തം, സംശയം. എന്താ? ചിന്തിക്കുമ്പോൾ തന്നെ സംശയത്തെ ഇല്ലാതാക്കുന്ന ഭഗവാൻ, ദക്ഷിണാമൂർത്തി ഭഗവാൻ എങ്ങോട്ടായിരിക്കാം? തെക്കോട്ട് തിരിഞ്ഞിരുന്ന് നിൽക്കും. അപ്പൊ നിങ്ങള് തെക്കോട്ട് നമ്മളിരുന്ന വിഷമം ഉണ്ടാകുമോ? ഇല്ല. സങ്കല്പത്തിനാണ് പ്രാധാന്യം. എന്തിനു വേണ്ടി ഇരിക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. നമുക്കൊക്കെ എന്തിനെ പേടിയാ? തെക്ക് ദിക്കിനെ ഭയങ്കര പേടിയാ അല്ലേ? പേടിക്കണോ? തെക്ക് ദിക്ക് ആരുടേതാ? പൃഥുക്കള്. ആരാ നമ്മുടെ പൃഥുക്കള്? അച്ഛൻ, അമ്മ, മുത്തശ്ശി, മുത്തച്ഛൻ, മുത്തച്ഛന്റെ അച്ഛൻ, പ്രഭിതൻ, പിതാമകൻ, പ്രപിതാമകൻ വരെ. പിതാമകൻ, പ്രപിതാമകൻ വരെ, അതായത് മുത്തച്ഛന്റെ അച്ഛൻ വരെയാണ് നമ്മള് പൃഥുക്കളായി കാണുക. അത് പേടിക്കണോ? പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങോട്ട് തിരിഞ്ഞ് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അവരുടേതാണെന്ന് പറയുന്നത് ആ തരത്തിൽ ചെയ്യുമ്പോഴാണ്. അതെല്ലാം അങ്ങോട്ടൊന്നും നാമം ജപിച്ചത് കൊണ്ടോ, ഇലയുടെ തുമ്പ് അങ്ങോട്ടൊന്ന് ഇട്ടു പോയത് കൊണ്ടോ, അല്ലെങ്കിൽ വിളക്കിന്റെ തിരി അങ്ങോട്ടൊന്ന് ആയിപ്പോയത് കൊണ്ടോ, കിണ്ടിയുടെ വാല, അതാണ് ഏറ്റവും പ്രശ്നം. കിണ്ടിയാണ് പ്രശ്നം. കിണ്ടി വന്നതാണ് പ്രശ്നം. കിണ്ടി ഇല്ലെങ്കിൽ പ്രശ്നമില്ല. കിണ്ടി വന്നത് മാത്രമല്ല, കിണ്ടിക്ക് വാല് വന്നതും പ്രശ്നമാണ്. മൊത്തത്തിൽ കിണ്ടിയിൽ പ്രശ്നമാണ്. നോക്കൂ, വെള്ളം എടുത്ത ആ കലാകാരൻ വെള്ളം എടുക്കാൻ വേണ്ടി ആ പാത്രത്തിനൊരു വാൽ വെച്ചു. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇത് വെറുതെ വെച്ച വാലല്ല കേട്ടോ. അത് താന്ത്രിക വിധിയില് ഉപകരണങ്ങളുടെയൊക്കെ ശാസ്ത്രം പറയും. അങ്ങനെ നിർമ്മിച്ചതാണ് ആ കിണ്ടി വാല്. എന്താണ്? ഉപയോഗിക്കാനാണല്ലോ ഉപകരണം. അത് വെറുതെ ഉപയോഗിക്കാനാണ്. ഉപകരണത്തിന്റെ പ്രത്യേകത തന്റെ ഉപയോഗം നന്നായി നടത്തി തരിക എന്നുള്ളതാണ് ഇത് ഉപകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ജലമെടുക്കാൻ എളുപ്പത്തിൽ ഒരു ഉപകരണം സൃഷ്ടിച്ചു. ആ സമയത്ത് ഉണ്ടായതാണ് എന്ത്? ഈ വാല്. ആ വാല് തെക്കോട്ടിന് ചത്തുവോ? ഇല്ല. ഗ്ലാസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു പ്രശ്നം. എന്താ കാര്യം? അതിന് വാലില്ല. എല്ലാം വാലാണ് പ്രശ്നം. വാലുള്ളവർക്ക് കുഴപ്പമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? വാലൊക്കെ കുറച്ച് ഉപയോഗിക്കേണ്ടത് മാത്രം ഉപയോഗിക്കുക. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം? മാറ്റി വെക്കാൻ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസം ചെയ്ത് പെടരുത്. അതാത് വ്യവസ്ഥയുണ്ട്. പൂജിക്കുന്ന ആള് പൂജിക്കുന്ന വ്യവസ്ഥയൊക്കെ തോന്നുമ്പോഴാണ് ഈ ശാസ്ത്രമൊക്കെ പറയുന്നത്. ഇരിക്കട്ടെ. അങ്ങനെ 4 ദിക്ക് പറഞ്ഞു. എഴുന്നേറ്റിരുന്നല്ലോ നമ്മളല്ലേ? ഒരു 40-45 വയസ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? എഴുന്നേറ്റ് വേഗം ഉയർന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല. ഇതുപറ്റും തലകറങ്ങി താഴെ വീഴും. ഇതിലിരിക്കുന്ന അമ്മമാര് ഒരു 55-60 വയസ്സ് കഴിഞ്ഞാൽ ഒരിക്കലും മുകളിൽ കയറി നിന്നുള്ള ജോലികൾ ചെയ്യാനേ പാടില്ല. ഇതുപറ്റും തലയില് കറക്കം. എങ്ങനെ ഉണ്ടാകുക? ഈ ബ്ലഡ് പ്രഷർ വേഗം മുകളിലേക്ക് ഉയരും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ പിടിച്ചു നിർത്താനോ താങ്ങാനോ തലയുടെ നെർവസിന് ശക്തി ഉണ്ടാവില്ല. അതുടനെ എന്ത് ചെയ്യും? പണി മുടക്കും. നമ്മള് കറങ്ങിട്ട് താഴെ വീഴും. വീഴുന്ന എങ്ങോട്ടേ വീഴൂ? പുറകിലേക്ക് വീഴൂ. നേരെ പോയിട്ട് താഴെ അടിക്കും. നമുക്ക് മരണം വരെ ഉണ്ടാകാം. അവിടെ ആരെങ്കിലും കൂടെ ഇല്ലാതെ സ്റ്റെപ്പ് കയറുക, ഉയർന്ന സ്ഥലത്തേക്ക് കയറിയിട്ട് എന്തെങ്കിലും എടുക്കാൻ ശ്രമിക്കുക. അത്തരം പരിപാടികളൊക്കെ ഒരു 40-50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാം. നമുക്ക് തന്നെ അറിയാം. നമ്മള് കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേ പെട്ടെന്ന് എഴുന്നേറ്റ് നമ്മളിങ്ങനെ പിടിച്ചു പോകില്ലേ പെട്ടെന്ന്. ഇവിടെ തന്നെയാണെങ്കിൽ എന്ത് ചെയ്യും? എഴുന്നേൽക്ക പെട്ടെന്ന് നമ്മൾ പിടിക്കുന്നത് കൊണ്ടാണ്, നമുക്ക് ബാലൻസ് തെറ്റി പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരു 40-45 കഴിഞ്ഞ ആൾക്കാര് എന്ത് ചെയ്യണം?
സ്വസ്ഥമായിട്ട് കുറച്ചു നേരം കട്ടിലിരിക്കണം, അല്ലെങ്കിൽ ബെഡിലിരിക്കണം. ഇരിക്കുമ്പോഴാണ് നമ്മളോട് എന്ത് പറഞ്ഞു? വെറുതെ ഇരിക്കണ്ടല്ലോ, എന്തെങ്കിലും ഒരു കാര്യം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കൈ തിരുമാൻ പറഞ്ഞു, കണ്ണിൽ വെക്കാൻ പറഞ്ഞു, ഇടത് കൈയുടെ മുന്നിൽ വലത് കൈ വെക്കാൻ പറഞ്ഞു, വലത് കൈയിലേക്ക് നോക്കി ജപിക്കാൻ പറഞ്ഞു. എന്താ ജപിക്കേണ്ടത്? കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിത ഗൗരി അല്ലെങ്കിൽ ഗോവിന്ദ, പ്രഭാതേ കരദർശനം. അല്ലേ? ഇതിനാ കൈ തിരുമുന്നത്. കൈയുടെ ചൂട് കണ്ണിന്റെ കേട് മാറ്റും. ആയിട്ടോ, കൈയുടെ ചൂട് കണ്ണിന്റെ കേട് മാറ്റും. നിങ്ങൾക്ക് ഉറക്കം കൂടുതൽ കിട്ടാതെ ഇരുന്നിട്ട് കണ്ണിൽ മണ്ണ് വാരിയിടുന്ന പോലെ എന്തൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്ന സമയത്ത് നിങ്ങൾ കൈ നന്നായി തിരുമിയിട്ട് കണ്ണിൽ അല്പനേരം ഇങ്ങനെ ചൂട് നേരെ പിടിച്ചു വെക്കൂ. ആ പ്രശ്നം ഉടനെ മാറും. കൈയുടെ ചൂട് മാറ്റും, കണ്ണിന്റെ കേട് മാറ്റും. കയ്യിലേക്ക് നോക്കി ജപിക്കുകയാണ്. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിത ഗൗരി, അല്ലെങ്കിൽ ആൾക്കാർ ഗോവിന്ദൻ എന്ന് പറയാറുണ്ട്. പ്രഭാതേ കരദർശനം. വലിയൊരു തത്വമാണ് പറയാ. കരത്തിന്റെ അഗ്രഭാഗത്ത് ആരായിരിക്കുക? ലക്ഷ്മി എന്തിന്റെ ദേവതയാ? ഐശ്വര്യത്തിന്റെ ദേവ, ധനത്തിന്റെ ദേവത. അല്ലേ? എവിടെ ഇരിക്കുന്നത്? അഗ്രത്തിലാണ്. അഗ്രത്തിരിക്കുന്ന സാധനം അവിടെ ഇരിക്കുമോ? പെട്ടെന്ന് പോകുമോ? അഗ്രത്തിലിരിക്കുന്ന എപ്പോഴും പോകാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ലക്ഷ്മി ദേവിയുടെ കുറെ ഓടരുത്. അത് തീയും പെട്ടെന്ന് നമ്മളെ വിട്ട് പൊക്കളയും. പിന്നെന്താ കയ്യിലിരിക്കുന്നത്? കരമധ്യേ സരസ്വതി. കരമധ്യത്തിൽ ആയിരിക്കുക? സരസ്വതി. ഉള്ള കൈയിലാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് പോകുമോ? ഉള്ളക്കൈ സാധനം പെട്ടെന്ന് പോകില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ധനം തേടാൻ ശ്രമിക്കുന്നെങ്കിൽ ആദ്യം നേടേണ്ടത് വിദ്യയാണ്. എന്ത് വേണം? ഇവിടെ ഇരിക്കുന്ന എല്ലാ ഗംഭീരന്മാരും കേരളത്തിൽ നിന്ന് വന്ന് ഓരോ ജോലി ചെയ്ത് റിട്ടയർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെയാണ്. നിങ്ങൾ നിങ്ങളുടെ ജോലി മേഖലയിൽ പ്രഗത്ഭന്മാരായി മാറി എന്തുകൊണ്ടാ? നിങ്ങളിൽ ധനമുള്ളത് കൊണ്ടാണോ? അല്ല, ആ വിഷയത്തെ കുറിച്ച് നന്നായി അറിവുള്ളത് കൊണ്ടാണ്. മറ്റുള്ളവരെക്കാൾ നന്നായി അറിവുള്ളത് കൊണ്ട് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റി. ഞാൻ ഇവിടുന്ന് പറയുന്നത് ഞാനിത് പഠിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കേൾക്കുന്നു. മണ്ടത്തരം പറഞ്ഞത് കേൾക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ പഠിക്കണം. നമ്മുടെ ജോലി, ആ പഠനമാണ്, ആ വിദ്യയാണ് എനിക്ക് എന്ത് നൽകുന്നത്? ധനം നൽകുന്നത്. ഇവിടെ കുട്ടികളോട് രാവിലെ തന്നെ നമ്മളൊരു തത്വം പറഞ്ഞു. ഇതിന്റെ പുറകിൽ ഓടരുത്, ധനത്തിന്റെ പുറകിൽ ഓടരുത്, വിദ്യയാണ് നേടേണ്ടത് എന്ന് പറയാൻ പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരിക്കുകയും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ജപിച്ചു? ഇനി ഞാൻ നിരീശ്വരവാദിയാണ്, ഞാൻ ഈശ്വരവിശ്വാസി ഇല്ലാത്ത ആളാണ്, ഞാൻ എഴുന്നേക്കെന്ന് പറഞ്ഞാൽ നിരീശ്വരവാദി ഈശ്വരവിശ്വാസിയൊക്കെ ബ്ലഡ് പ്രഷർ അറിയാവോ? അവർ മറന്നു ചത്തുവോ? അതുകൊണ്ട് എന്ത് ചെയ്യണം? കുറച്ച് അവിടെ നിന്ന് അറിയാവുന്ന ഒരു പാട്ടെങ്കിലും പാടണം. ചക്കര പന്തലിൽ മഴ ചൊരിയും, അങ്ങനെ പാടിയാലും മതി. അല്ലെ അവിടെ നെരി കായ കൊണ്ട് പാടി എന്നൊക്കെ പറഞ്ഞാലും മതി. എന്തുണ്ടാവും? 2 മിനിറ്റെങ്കിലും ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ശരീരമൊക്കെ ഒന്ന് റെഡി ആയി തന്നെ നേരെ മഴയൊക്കെ ഇറങ്ങിയാൽ ഉടനെ തന്നെ ഭൂമി ദേവിയെ നമസ്കരിക്കണം. ദിക്കൊന്നും നോക്കിയില്ല, വിഷമമില്ല. പഴയ മുത്തശ്ശിമാര് നേരെ പുറത്തിറങ്ങി വന്ന് നമ്മുടെ പുറത്ത് നിന്നിട്ട് കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിച്ച് തൊഴും. അല്ലേ? അങ്ങനെയാണ് നല്ലത്. എർത്തിങ് സംവിധാനമാണ്. കിടന്നുറങ്ങുമ്പോ നമുക്കുണ്ടായിട്ടുള്ള നെഗറ്റീവ് എനർജികളൊക്കെ എന്ത് ചെയ്യുക? ഭൂമിയിലേക്ക് എത്തിയപ്പെടുക. ഭൂമിയെ തൊട്ടു തൊഴുതു. സമുദ്രവസനെ ദേവി പർവതസ്തന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷണസ്വമേ. സമുദ്രങ്ങളൊക്കെ സ്തനങ്ങളായിട്ടുള്ളവർ. അമ്മ നമുക്ക് മുലപ്പാൽ തരുന്നത് പോലെ ഭൂമിക്ക് ജലം നൽകുന്നത് പർവ്വതങ്ങളാണ്. അതുകൊണ്ട് ആ പർവ്വത സ്തനമണ്ഡലേ വിഷ്ണുപത്നി, ഭഗവാന്റെ ഭാര്യയായിട്ടുള്ള അമ്മയെ ഞാൻ അമ്മയെ നമസ്കരിക്കുന്നു. അത് കഴിഞ്ഞ് എന്ത് വേണം? നമ്മുടെ ദൈനംദിന പ്രവൃത്തികൾ ചെയ്യാൻ പോകണം. കുട്ടികളെയൊക്കെ നമ്മൾ കുട്ടിനാളില് കുളിപ്പിക്കുമ്പോ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും നന്നായി ശുദ്ധമാക്കി നമ്മൾ മുത്തച്ഛന്മാരൊക്കെ കുളിപ്പിക്കും. എന്തിനാണ്? നവദ്വാരങ്ങളും ശുദ്ധി ചെയ്യണം. കണ്ണ് 2, മൂക്ക് 2, ചെവി 2, വായ് 1, താഴേക്ക് വിസർജനേന്ദ്രിയവും ജനനേന്ദ്രിയവും. ഇതെല്ലാം വളരെ കാര്യമായി ശുദ്ധി ചെയ്ത് വേണം കുളിക്കാൻ. അത് ശരീരശുദ്ധിക്ക് വളരെ പ്രധാനമാണ്. ശുദ്ധജലം തന്നെ ഉപയോഗിക്കണം. ഏറെ നേരം വെള്ളത്തിൽ കിടക്കരുത്, ശരീരത്തിന് ദോഷം ഉണ്ടാകും. ചില ആൾക്കാരൊക്കെ ഇല്ലേ വെള്ളത്തിൽ പോയാൽ അവിടെ കിടക്കുക. അതുകൊണ്ട് അങ്ങനെ ഒത്തിരി അല്ല, 5-10-15 മിനിറ്റ് കൊണ്ട് കുളിച്ചിട്ട് വരുന്ന അവസ്ഥയിലേക്ക് വേണം. ശരീരത്തിന് ദോഷപരമായ ഒരു രാസവസ്തുക്കൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും ശരീരത്തിൽ പുരട്ടാനേ പാടില്ല. വലിയ സ്ക്രബ് പോലെ സാധനങ്ങൾ ഇട്ട് വെളുക്കും കൊണ്ടിട്ട് നേരത്തെ കളയരുത്. വളരെ മിതമായാണ് നമ്മുടെ ഈ ചർമ്മമൊക്കെ. അതനുസരിച്ച് അതിനെ സൂക്ഷിച്ചു കൊള്ളണം. ശ്രദ്ധയോടുകൂടി കുളിച്ച് നന്നായി. ആദ്യം തുടയ്ക്കേണ്ടത് ഏത് ഭാഗം? ശരീരത്തിന്റെ പുറകുമാണ്. നമ്മൾ എന്ത് പറഞ്ഞു? ലക്ഷ്മി ദേവിയോട് ഇരിക്കൊണ്ട് തുടച്ചില്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. എന്താണ്?
ഇടാപിംഗള സുഷുപ്ന എന്ന് പറഞ്ഞിട്ട് ഈ നട്ടലിന്റെ മുകളിൽ നിന്ന് മേലേക്ക് പോകുന്ന നട്ടലിൽ എന്തുണ്ട്? 3 നാഡികൾ, ഇടയും പിങ്കളയും സുഷുപ്നയും. ഇവിടെ കുടിമരത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, സ്പൈനൽ കോഡ്. അവിടെ തണുപ്പ് കൂടുതലേറ്റാൽ അതിന് വിഷമം ഉണ്ടാകും. അതുകൊണ്ട് വളരെ വേഗം എന്ത് ചെയ്യുക, പുറത്തൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് തുടയ്ക്കായിരുന്നു അല്ലേ. അതുകൊണ്ട് സന്ധ്യാവന്തനം ചെയ്യുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെയൊക്കെ ജലത്തിൽ നിന്ന് സന്ധ്യാവനം ചെയ്യുമ്പോൾ മുകളിലേക്ക് കയറി അരയ്ക്ക് താഴെ വെള്ളത്തിൽ നിന്നുകൊണ്ടായിരുന്നു എന്ത് ചെയ്യുക, സന്ധ്യാവന്തനം ചെയ്യുക. അരയ്ക്ക് മുകളിൽ വെള്ളത്തിൽ നിന്നുകൊണ്ട് സന്ധ്യാവനം ചെയ്യാറില്ല. ഇതാണ് ഈ ഭാഗത്തെ പ്രധാനമായി ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത് തുടയ്ക്കേണ്ടത് ഉച്ചി ഭാഗമാണ്. ഉച്ചി നന്നായി തുടയ്ക്കണം, നല്ലതായിട്ട് വെള്ളം താഴാതെ തുടച്ച് ഭംഗിയാക്കി. എന്നിട്ട് പുറത്തേക്ക് ഈറമില്ലാതെ പുതിയ വസ്ത്രം ധരിച്ച് ഇനി എന്ത് ചെയ്യുക, വിളക്ക് കൊടുക്കണം. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വിളക്ക് കൊടുക്കാൻ സാധിച്ചാൽ നല്ലത്. വിളക്ക് കൊളുത്തി ആ സമയത്ത് കുറച്ചു നേരം സ്വസ്ഥമായി 2 മിനിറ്റെങ്കിലും ഒന്ന് സമാധാനമായി പ്രാർത്ഥിക്കുക. എന്തിനാണ്? മനസ്സൊക്കെ ഒന്ന് നന്നായി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിക്ക് കുറച്ചുകൂടി ഊർജം കിട്ടാൻ, ഉന്മേഷം കിട്ടാനൊക്കെ മനസ്സെന്ത് ചെയ്യണം, സ്വസ്ഥമാകണം. പ്രാർത്ഥിച്ചു വന്നു, പിന്നെ നമ്മുടെ പ്രവൃത്തിയിലേക്ക് പ്രവേശിച്ചു. പ്രവൃത്തിയൊക്കെ കഴിഞ്ഞിട്ട് സമയമാകുമ്പോൾ ഊണ് കഴിക്കണം അല്ലേ. ഇന്നലെ പറഞ്ഞല്ലോ, ആഹാരത്തിന്റെ കാര്യത്തെ കുറിച്ചാണ് ഇന്നലെ പറഞ്ഞു. സ്വസ്ഥമായി ഒരു സ്ഥലത്ത് ഇരുന്ന് വേണം കഴിക്കാൻ. നടന്നോ കിടന്നോ ആവശ്യമില്ലാതെ സംസാരിച്ചുകൊണ്ട് എന്ത് ചെയ്ത് ഊണ് കഴിക്കാൻ പാടില്ല. അതൊക്കെ നമ്മുടെ ദഹനക്രിയയെ ബാധിക്കും അല്ലേ. ഇപ്പൊ ആകെ സമയത്ത് മക്കളെ ചീത്ത വിളിക്കാൻ കിട്ടുന്ന എവിടെ വെച്ചാ അവിടെയാണ്. ഇവന്മാരെ അവിടെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അന്നേരം വഴക്കുണ്ടാക്കാനൊന്നും പാടില്ല. കൂടി ഇരുന്നു കഴിച്ചോളൂ കേട്ടോ. സമാധാനത്തെ കഴിച്ചു കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ഒന്ന് കാണണം കേട്ടോ, അവിടെ നിൽക്കണേന്ന് പറയണം. ഇതല്ലാതെ കഴിച്ചോണ്ടിരിക്കുമ്പോൾ അതിനെ വഴക്ക് പറയാൻ പാടോ? അവിടെ ആരും അങ്ങോട്ടൊന്നും അനാവശ്യമെന്ന് പറയരുത്. നമ്മൾ പറഞ്ഞ പോലെ അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലവേ ജ്ഞാന വൈരാഗ്യ സിദ്ധ്യർത്ഥം ജ്ഞാനവും വൈരാഗ്യവും സ്വീകരിക്കാനാണ്. വൈരാഗ്യം എന്ന് വെച്ചാൽ ഭഗവാനോട് ചേർച്ചയാണ്, അല്ലാതെ മലയാളത്തിലെ വൈരാഗ്യമല്ല, വിരാഗമായ അവസ്ഥ. ഇത് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മളിൽ ആഹാരം സ്വീകരിക്കുന്ന ആഹാരമാണ് എന്തുമാകുന്നത്, 5 ദേഹങ്ങള് പ്രധാന ദേഹമായ അന്നമയ ദേഹമായി മാറും. അന്നമുള്ള ദേഹമാണ് കാണുന്നത്. ഈ അന്നമയ ദേഹത്തെ നിർത്തുന്നത് 5 ഇന്ദ്രിയങ്ങളുണ്ട്. എന്തൊക്കെയാണ്? നാക്ക്, മുക്ക്, കണ്ണു, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. 5 ദേഹങ്ങൾക്ക് 5 ഇന്ദ്രിയങ്ങൾ. അതിന് 5 ഗുണങ്ങളുണ്ട്. കണ്ണിന് കാഴ്ച, ചെവിക്ക് കേൾവി, സ്പർശനം തൊക്കിൽ നിന്നും, രുചി എന്ന് നാവിൽ നിന്നും, ശ്വസനം എന്ന് മൂക്കിൽ നിന്നും. അങ്ങനെ 5 ഇന്ദ്രിയങ്ങൾക്ക് 5 ഗുണങ്ങൾ. ഇനി 5 കരണങ്ങൾ, അന്ധകരണങ്ങൾ, അതിന് 5 ഗുണങ്ങൾ. നേരത്തെ നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തത് എന്താ? ഐ 5 5 മുടൻ, ഐ 6 8 മുടൻ, ഔവെണ്ണം 8 മുടൻ, 3 7 മത, ചൊവ്വോടൽ 5 മതി, 2 1 എന്ന തത്വമതിൽ മേവുന്നു നാഥൻ. എത്ര തത്വം? ഞാൻ പരിപാടി നിർത്താൻ പോവാ, ഞാൻ കളിക്കുന്നില്ല. 3 തവണയും സമ്മാനം തരാം, ഫ്ലാറ്റ് തരാന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതല്ലേ. 96 അതുപോയത് 96 തത്വം. 96 തത്വത്തിൽ മേവുന്നു. ഈ തത്വ ശരീരം മേവുന്നു നാഥൻ ഹരിനാരായണായ നമ. ഭഗവാൻ സ്വരൂപമായി ജീവനായി ഉള്ളിൽ വസിക്കുന്നു എന്ന് പറയാം. ഇങ്ങനെ സപ്തധാതുക്കള്, മജ്ജാമാംസം, വിക്ലം, ഇങ്ങനെ അഷ്ടവൈരികൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് 96 പറയുക. അതൊക്കെ ഈ ശരീരത്തിലുണ്ട്. അതിനെയൊക്കെ നിലനിർത്തുന്ന ഏതാണ്? ഈ അന്നം എന്ന ആഹാരം ചെല്ലുന്ന ശക്തി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിനെ ബ്രഹ്മമായി കണ്ടുകൊണ്ട് കഴിക്കുക, സമാധാനം. അതിനുശേഷം നമ്മുടെ ജോലികൾക്കൊക്കെ പോയി തിരിച്ചു വന്നു. കഴിയുന്നതും നല്ല ജലം കുടിക്കുക, നല്ല ആഹാരം കഴിക്കുക, നല്ല അന്തരീക്ഷം ജീവിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ശരീരരക്ഷയ്ക്ക് വളരെ പ്രധാനമാണ്. മുടി, നഖം ഇതൊക്കെ കൃത്യമായ സമയത്ത് മുറിക്കുക. അങ്ങനെയൊക്കെ ശരീരരക്ഷ ചെയ്ത് തിരിച്ചെത്തി. വൈകിട്ട് വന്നാലും എന്ത് ചെയ്യണം? കുളിക്കാൻ സാധിക്കുമെങ്കിൽ വൈകിട്ട് വന്ന് കുളിക്കും, നല്ലതാണ്. അമ്മമാരെയൊക്കെ സംബന്ധിച്ച് കുളിച്ചാൽ മുടിയൊക്കെ പിന്നെ ചിക്കി കിട്ടാനൊക്കെ പാടായിരിക്കും. അതുകൊണ്ട് തല കുളിക്കാൻ പാടായിരിക്കും. അപ്പോഴും എന്ത് ചെയ്യും? നമ്മള് കുറച്ച് ദേഹമെങ്കിലും ഒന്ന് കഴുകി ഇട്ട് കിടക്കും. രാത്രി കിടക്കുന്നതിന് മുമ്പ് നേരത്തെ രാവിലെ എങ്ങനെയാണോ നമ്മുടെ ശരീരം ശുദ്ധീകരണം ചെയ്തത്, അതേപോലെ തന്നെ എന്ത് ചെയ്യാം? രാത്രിയിലും ശരീരം ശുദ്ധീകരിച്ചിട്ട് വേണം കിടക്കാൻ. പ്രത്യേകിച്ച് നിങ്ങൾ കിടക്കുമ്പോൾ കാലിന്റെ വെള്ളയിൽ ഒരു തരത്തിലുള്ള ജലാംശവും ഇല്ലാതെ നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ട് കിടക്കണം. കാലിന്റെ പാദം, ഇതിലെ നരമ്പുകള് നേരെ എങ്ങോട്ട് പ്രവർത്തിക്കുന്നു? ശിരസിലേക്ക് വരുന്നുണ്ട്. ആ ശിരസിൽ ഇത് തണുത്തുണ്ടായാൽ നമ്മുടെ നെർവസിനൊക്കെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. നന്നായി തുടച്ച്, അതുകൊണ്ടല്ലേ ഈ ചെരുപ്പിടാതെ കുറച്ചൊക്കെ നടക്കണമെന്ന് പറയുന്നുണ്ട്. അക്യുപഞ്ചർ പ്രഷർ പോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രഷർ മുകളിലേക്ക് ചെയ്യും. അപ്പോൾ ബ്ലഡ് ഓട്ടം എവിടെയെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടും ഓപ്പൺ ആവാൻ അതിന് സാധിക്കും. അതിനാണ് നമ്മുടെ ഈ കുറച്ചു കാലത്തെങ്കിലും എന്ത് ചെയ്യാം? വീട്ടിലൊക്കെ ഇപ്പൊ വീട്ടിൽ നമുക്ക് എന്തുണ്ട്? അമ്മമാർക്കൊക്കെ കാലിന് കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ട്
വീട്ടിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ചെരുപ്പ് ഉപയോഗിക്കും. വീടിനകത്ത് ചെരുപ്പാണ്. പിന്നെ കാറിലേക്ക് കയറിയ ചെരുപ്പ്. ഇവിടെ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുക, ചെരുപ്പില്ലാതിരിക്കുക. ബാക്കി എല്ലാവരും എന്താണ്, ഇടയ്ക്കൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്, ഷോക്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നല്ല പൊടിയുണ്ട്, കറുത്ത പൊടി. അപ്പൊ അത് കുറച്ചു സമയമെങ്കിലും എന്ത് ചെയ്യാം, ചെരുപ്പില്ലാതെ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള സ്ഥലത്തൊക്കെ ക്ഷേത്രത്തിലൊക്കെ നടന്നാൽ അതും നമ്മുടെ ശരീരരക്ഷയ്ക്ക് നല്ലതാണ്. നേരത്തെ പറഞ്ഞ പോലെ തെക്കോ വടക്കോ തെക്കോ കിഴക്കോ തലവെച്ച് സ്വസ്ഥമായി സമാധാനമായി കിടക്കുക. ശരീരരക്ഷയില്ലേ? കിടക്കുമ്പോൾ മനസ്സമാധാനം കിട്ടാൻ എന്താ വേണ്ടത്? അതല്ലാതെ ഒരു മാർഗമില്ല. മനസ്സമാധാനം കിട്ടാൻ എന്ത് ചെയ്യണം? നാമം ചെല്ലുക മാത്രമല്ല സജ്ജനങ്ങളെ, താൻ തന്നെ കുറിച്ച് വിശകലനം നടത്തണം. എന്താണ്? ഇന്നൊരു ദിവസം പ്രവർത്തനം കൊണ്ട് ഞാൻ ഈ പ്രപഞ്ചത്തിനോ പ്രകൃതിക്കോ എന്റെ കൂട്ടുകാർക്കോ ഞാൻ ഇന്നലെ നമ്മുടെ ശിവഭഗവാന്റെ വീട്ടിൽ പോയി. അതായത് വിശ്വജിയുടെ വീട്ടിൽ പോയപ്പോ വളരെ യാദൃശ്യമായിട്ട് ശിവനായിട്ട് ഒരിക്കലും കുട്ടിയുടെ വീടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നു. അപ്പൊ ഇറങ്ങാൻ നേരത്ത് അദ്ദേഹം ഗൃഹനാഥൻ എന്നോട് പറഞ്ഞ വാക്കുകൾ പ്രധാനമാണ്. അദ്ദേഹം പറയുകയാണ്, അനുഗ്രഹിക്കണം ഞങ്ങളെ, വായിൽ നിന്ന് ആർക്കും ഉപദ്രവം ഉണ്ടാകുന്ന വാക്ക് വീഴാതിരിക്കാൻ അനുഗ്രഹിക്കണം. അതാണ്, അത് പ്രവൃത്തിയാണ്. കിടന്നുറങ്ങുമ്പോൾ എന്ത് വിചാരിക്കണം? ഇന്നൊരു ദിവസം കൊണ്ട് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ എന്റെ പ്രവർത്തനം ഉണ്ടാകണം. ഇനി അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭഗവതി എന്നോട് ക്ഷമിക്കണം. അറിവില്ല എന്നോടുണ്ടായതാണ്. കായേന വാച മനസ്സേന്ദ്രിയർവ വിദ്യാത്മനാവ പ്രകൃതി സ്വഭാവ കരോമിയത്തിൽ സകലം പരസ്മൈ നാരായണായേതി മഹാദേവാദേ മഹാദേവപാദേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ശ്രീനെ അല്ലെങ്കിൽ ഭഗവാനെ വിചാരിച്ച് സമർപ്പയാമി എന്ന് പറഞ്ഞിട്ട് കിടന്നേക്കണം. ഉറക്കം വന്നാലേ കിടക്കാവൂ, കിടന്നുറങ്ങാൻ പാടില്ല. ഉറക്കം വരുന്നതിനും എന്ത് ചെയ്യരുത്, കിടക്കരുത്. കാര്യം നമ്മുടെ ഉറക്കം നന്നാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഉറക്കം വരുന്ന എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യണം. മൊബൈൽ നോക്കിയിരിക്കരുത്, ഉറക്കം വരികയില്ല. കാര്യം എന്താ, നമുക്ക് ഇഷ്ടമുള്ള പടങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ഉറക്കം വരില്ല. അപ്പൊ അതിന് എന്ത് ചെയ്യണം, മഹാഭാരതം എടുക്കണം, വായിക്കണം, അന്നേരം ഉറങ്ങിക്കോളും. അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ടെക്സ്റ്റ് എടുക്കുക. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത്, ഇംഗ്ലീഷിന്റെ പാഠം കാണുമ്പോഴേ ഉറക്കം വരും, മാത്സ് കാണുമ്പോഴേ ഉറക്കം വരും. അയ്യോ അച്ഛാ ഉറക്കം വരുന്നത്. അമ്മ അച്ഛൻ പറയും, ഞാൻ മാത്സ് വായിച്ചിട്ട് മലയാളം എടുക്കും, ഇതിൽ ഉറക്കം മാറും. അപ്പൊ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് കണക്കൊക്കെ കണ്ടാൽ അന്നേരം നമ്മൾ ഉറക്കം വരും. കുറച്ച് കൂടുതൽ ചിന്തിക്കാൻ, അതുകൊണ്ടൊക്കെ ചിന്തിക്കേണ്ടതായ വിഷയങ്ങളെ പഠിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബ്രെയിൻ സ്ട്രെയിൻ ഉണ്ടാകും, മുഖന്തിയും ഉറക്കം വരും. അപ്പൊ നന്നായി ഉറക്കം വന്നതിന് ശേഷം പോയി കിടന്നോളൂ. നിങ്ങൾക്ക് സ്വർഗവാസികളായി ജീവിക്കാം. ഇത്രയും ചെയ്താൽ എന്താ, സ്വർഗവാസികള് കിടന്നാൽ 5 മിനിറ്റിനുള്ളിൽ ഉറങ്ങുന്നവർ സ്വർഗവാസികൾ. ഒന്ന് കൈവിട്ടു. ഇത്രയും സ്വർഗവാസികൾ ദേവസാർ തിരിഞ്ഞു നോക്കുന്നത് സ്വർഗവാസികളെ കാണാൻ. എന്താ വെച്ചാൽ 100 നാളത്തെ കുറെ പ്രോഗ്രാം ഇങ്ങനെ മനസ്സിലാണ്. അതിങ്ങനെ ഇട്ടിട്ടിട്ട് റെഡിയാക്കി അത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ അവസാനം എങ്ങനെയെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക, ഉറങ്ങിപ്പോവുക. അതുപോലെ ചില ബിസിനസ്സുകാർക്കും അല്ലെങ്കിൽ കൂടുതൽ കാര്യമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണ് എന്ത് ചെയ്യും, ചില ആൾക്കാരുണ്ട് ചെന്ന് കിടന്ന് മാത്രം കാണാം, ഊർക്കം വലിച്ചോളാം. കസേരയിലേക്ക് സംസാരിച്ചോണ്ടിരിക്കും, ഊർക്കം വലിച്ചോളം കാണാം. നമ്മുടെ ഉള്ള ചില ആൾക്കാരൊക്കെ വരും, സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഊർക്കം വലിച്ചു. ഞാനൊക്കെ വിചാരിക്കാറുണ്ട്, അവർ എത്ര ഭാഗ്യവാന്മാരാണ്, വളരെ ഭാഗ്യവാന്മാരാണ്. ചില ആൾക്കാർ 2-3 ടാബ്ലറ്റ് കഴിച്ചിട്ടും ഉറക്കം വരാതെ വീട്ടിൽ രാത്രി എഴുന്നിട്ട് എന്നാൽ ഞാൻ മാത്രം ഉറങ്ങാൻ, എടി എഴുന്നേക്ക് കാപ്പി ഇടും, ഞാൻ നീയോട് ഉറങ്ങാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരെ കൂടെ വിളിച്ചുണർത്തിയിട്ട്. അപ്പൊ അതുകൊണ്ട് 5 മിനിറ്റ് കിടന്നാൽ 5 മിനിറ്റിനുള്ളിൽ ഉറങ്ങുമെങ്കിൽ ആരാണ് സ്വർഗവാസി. ടാബ്ലറ്റ് കഴിച്ചിട്ടല്ല, അല്ലാതെ. അതിനെന്ത് വേണം, പ്രയത്നം ചെയ്യണം. സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിനെ, അപ്പോ ഞാൻ സമാധാനപ്പെടുത്തുന്നതൊക്കെ ഞാൻ പറഞ്ഞ ഈ പറയുന്ന വാക്കൊക്കെ വളരെ എളുപ്പമാണ്, ചെയ്യാൻ പറഞ്ഞ പാടാണ്. അത്രയുടെ പ്രാരാബ്ദം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. കുറച്ചൊക്കെ സമാധാനമായി വളരെ വേഗം ഉറങ്ങാൻ നമുക്ക് സാധിച്ചാൽ, ഇത്രയാണ് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി പോയി കിടക്കുന്നത് വരെയുള്ള നമ്മുടെ പ്രവർത്തന സമയം. ഏകദേശം ഒരു അരമണിക്കൂർ എടുത്ത് നമുക്ക് പറഞ്ഞു തീർക്കാം. നമ്മുടെ ഒരു ദിവസത്തെ ചടങ്ങ് ഇത്ര ഗംഭീരമാണ്. ഇതേപോലെ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ, നമ്മുടെ അമ്മമാർ ഓരോരുത്തരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഗാന്ധി എന്നുള്ള അമ്മമാർ. അപ്പോ സാധിച്ചാൽ എന്ത് ചെയ്യാം, നമുക്ക് സ്വസ്ഥമായിട്ട് അപ്പോ ഇതാണ്. ഇനി നോക്കൂ, ഇത് ഭാഗ്യമായ ശുദ്ധിക്കുള്ള കാര്യമല്ലേ, ഈ ആഭ്യന്തര ശുദ്ധിക്കല്ലേ, ഉള്ളിലെ കാര്യങ്ങൾ ശുദ്ധിയാക്കാൻ ചെയ്യും. അതിനോട് പറഞ്ഞു, ഒറ്റ ഭാഗ്യമുള്ളൂ, ഒന്ന് നാമസങ്കീർത്തനം, യസ്യ
സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിം പരം. നാമസങ്കീർത്തനം ഉറക്കെ ജപിക്കുക അല്ലേ? വിഷമമൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാം? ഉറക്കെ നാമം ജപിക്കുക. സന്തോഷം വരുമ്പോഴത്തേക്കുള്ള ഉറക്കം, ഇതൊക്കെ അധികരിക്കാൻ പാടില്ല. സന്തോഷം അധികരിക്കരുത്, ദുഃഖം അധികരിക്കും. ഇത് രണ്ടും ഒരേപോലെയാണ്. കരഞ്ഞാലും നമുക്ക് കണ്ണുനീര് വരും, ചിരിച്ചാലും കണ്ണുനീര് വരും അല്ലേ? ഈ രണ്ട് സാധനം ഒരേപോലെയാണ് ആരെ എഫക്ട് ചെയ്യുന്നത്? ശരീരത്തിൽ എഫക്ട്. രണ്ട് എഫക്റ്റ് ആയിട്ട് നമുക്ക് പോകുന്നുള്ളൂ. ശരീരം എഫക്ട് ചെയ്യുന്നത് ഒരേപോലെയാണ്. ഇത് രണ്ടും എന്ത് ചെയ്യാൻ? അധികരിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? രണ്ട് സമയത്തും നാരായണ ജപിച്ചുകൊള്ളുക. പിന്നെന്താണ്? യോഗശാസ്ത്ര വിധി പ്രകാരം ഒരു വ്യവസ്ഥ കൂടി പറഞ്ഞു. അങ്ങനെയാണ് പ്രാണായാമം എന്ന് പറയാം. ഇതിലിരിക്കുന്ന ആൾക്കാരെങ്കിലും യോഗ പഠിച്ചിട്ടുള്ളവരുണ്ടോ? ഞാൻ അതൊന്നും ഇല്ല, കൊള്ളാം. ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല സാർ. ഞാൻ പറയുന്ന പ്രമാണം ഈ പുസ്തകമാണേ. നിങ്ങൾ ഏതെങ്കിലും ഗുരുനാഥന്റെ കീഴിൽ യോഗ പഠിച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ ഓൺലൈനിൽ പഠിച്ചിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ളവര് ഞാൻ പറയുന്ന പ്രമാണം നിങ്ങളുടെ ഗുരുനാഥൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നെ ധിക്കരിക്കാൻ ഗുരുനാഥനെ അനുസരിച്ചുകൊള്ളുക. ഞാൻ പറയുന്നത് ഈ പുസ്തകത്തിലെ പ്രമാണമാണ്. ഗുരുനാഥനാണ് പ്രധാനം. ഗുശബ്ദം അന്ധകാരസ്യ ഗുരുശബ്ദസ്ഥ നിരോധക. അദ്ദേഹത്തെയാണ് അനുസരിക്കേണ്ടത്, സംശയമില്ല. സംശയങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് ദൂരീകരണം ചെയ്യുകയും വേണം. നോക്കാം നമുക്ക്. സാധാരണഗതിയിൽ പ്രാണനെ ആയനം ചെയ്യിക്കുക, അതായത് അതിനെ ആവശ്യമുള്ള സമയത്ത് തടയുകയും ആവശ്യമുള്ള സമയത്ത് പൂർണ്ണമായും റിലീസ് ചെയ്യുകയും ആവശ്യമുള്ള സമയത്ത് പിടിച്ചു നിർത്തുകയും ചെയ്തതിനെയാണ് പ്രാണായാമം എന്ന് പറയുക. ഏറ്റവും കൂടുതൽ നന്നായി ശ്വസനം, കൂടുതൽ നേരം ബ്രീത്തിനെ ഹോൾഡ് ചെയ്യാൻ സാധിച്ചാൽ അവർക്ക് കൂടുതൽ ആയുസ് ഉണ്ടാകും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഉദാഹരണമായിട്ട് പഠിപ്പിച്ചിരുന്ന ആചാര്യന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ആരാണ്? ആമയാണ് അതിന് ഉദാഹരണം. കടലാമകളൊക്കെ 400-500 വർഷമൊക്കെ ജീവിക്കും അത്രേ. അവരൊരു തവണ ബ്രീത്ത് എടുത്താൽ വളരെയേറെ സമയം അതിനെ വെച്ചിട്ടാണ് പിന്നീട് ബ്രീത്ത് ചെയ്യുക. അങ്ങനെ വളരെ എളുപ്പം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്ന ജീവികളൊക്കെ വളരെ വേഗം മരിച്ചു പോകും. നമ്മുടെ ജീവിയാണ്. നമ്മൾ ഉദാഹരണം പറയും, മുയലിനെ പറയും. മുയൽ എന്ത് ചെയ്യും? മൂക്കൊണ്ട് ഇങ്ങനെ ആക്കി ശ്വാസം എടുത്ത് വിടുകയും ചെയ്തിരിക്കും. വളരെ കുറച്ച് സമയം മാത്രമേ അത് ജീവിക്കാറുള്ളൂ. അപ്പോ ജീവിക്കാൻ ആയുസ് കൂടുതൽ കിട്ടാൻ മനുഷ്യനായി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നന്നായി ശ്വാസം എടുക്കുക, നന്നായി ബ്രീത്ത് ചെയ്യുക, നന്നായി ഹോൾഡ് ചെയ്യുക, നന്നായി റിലീസ് ചെയ്യുക. ഇത് ചെയ്യാം. ഇതിനെ എന്ത് പറയും? പ്രാണായാമം എന്ന് അടിസ്ഥാനമായി പറയാം. നോക്കാം നമുക്ക്. നിങ്ങൾ ഒരു ഗുരുനാഥന്മാരുടെയും സങ്കല്പമില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന സാധാരണ ഒരു പ്രാണായാമം ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരു ഗുരുനാഥന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് സ്വയമേ ചെയ്യാം. നല്ല പ്രാണോർജം കിട്ടുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം. പൊടിയും പുകയും ഒന്നും ഇല്ലാത്ത നല്ല സൂര്യപ്രകാശമൊക്കെ അല്ലെങ്കിൽ നല്ല പ്രാണോർജം, ഓക്സിജൻ നന്നായി കിട്ടുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം. അവിടെ പോയി നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്ന സുഖാസനത്തിൽ ഇരിക്കണം. എന്ത് വേണം? ഒരു കാര്യം ശ്രദ്ധിക്കണം, നട്ടല് നിവർന്നിരിക്കണം. ഈ കാര്യം ശ്രദ്ധിച്ചോളണം. ശരീരത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട. സുഖാസനം, സ്വസ്ഥമായി ഇരിക്കാൻ കഴിയുന്ന ഒരു ആസനമായിരിക്കണം അത് എന്ന് മാത്രം. നട്ടല് നിവർന്നിരിക്കണം. എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് വായ അടച്ചു പിടിച്ച് മൂക്കിലൂടെ കഴിയുന്ന സമയം കൊണ്ട് ഊർജത്തെ അകത്തേക്ക് പതുക്കെ പതുക്കെ എടുത്തു തുടങ്ങാം. എത്ര സമയം കൊണ്ട് എടുക്കാമോ അത്രയും സമയം കൊണ്ട് എടുക്കുക. അത്രയും സമയം എടുത്തതിന് ശേഷം എത്ര സമയമാണോ നിങ്ങളുടെ ശരീരത്തിന്റെ ഊർജം അനുസരിച്ച് അതിനെ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നത് അത്രയും സമയം ഉള്ളിൽ അതിനെ ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ശക്തി നശിച്ചു പോകുന്ന തൊട്ടു മുമ്പ് പതുക്കെ പതുക്കെ അതിനെ പുറത്തേക്ക് വിടുക. ഇതിനെ സാധാരണഗതിയിലുള്ള പ്രാണായാമം എന്ന് പറയും. ഇതിനെ യോഗശാസ്ത്രം പേര് വിളിച്ചു എടുക്കുന്നതിനെ പൂരകം, ഉള്ളിൽ നിർത്തുന്നതിനെ കുംഭകം, പുറത്തേക്ക് വിടുന്നതിനെ രേചകം. കുംഭകം തന്നെ രണ്ടു തരം, അന്തർകുംഭകമെന്നും ബഹിർകുംഭകമെന്നും. ഉള്ളിൽ ശ്വാസം ഉള്ള അവസ്ഥയെ അന്തർകുംഭകമെന്നും ഉള്ളിൽ ശ്വാസമില്ലാത്ത കുംഭകം ചെയ്യുന്നതിനെ ബഹിർകുംഭകം എന്ന് പറയും. സൂര്യ നമസ്കാരം നമ്മൾ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഞാൻ അതാ പറഞ്ഞ ആചാര്യന്മാർ പല രീതിയിലുള്ള സൂര്യ നമസ്കാരം ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യുമ്പോ ഉത്താനാസനം, ഏകപാദ പ്രസന്നാസനം, ഉത്താനാസനം. ആദ്യം മുകളിലേക്കുള്ളത് ഊർധാസനം, ഉത്താനാസനം, ഏകപാദ പ്രസന്നാസനം, ദ്വിപാദ പ്രസന്നാസനം, സാഷ്ടാംഗ പ്രണിപാതാസനം, ഊർധമുഖശാനാസൻ, അധോമുഖശാനാസൻ. അങ്ങനെ 7 ആസനങ്ങൾ. ഇതിന് വീണ്ടും ഉത്താനാസനം, ഏകപാദ പ്രസരണം ചെയ്തു, ഉത്താസനം ചെയ്തു, മുകളിലേക്ക് കൈവച്ചു. ഇങ്ങനെയാണ് സാധാരണ ആചാര്യന്മാർ മുകളിലേക്ക് കൈവക്കുന്നു. പുറകിലേക്ക് വളയാൻ കൂടി പഠിപ്പിക്കും ചില ആൾക്കാർ നേരെ നിൽക്കാൻ പഠിപ്പിക്കും. അതൊക്കെ അവരുടെ ഗുരുതത്വത്തിൽ പഠിപ്പിക്കുന്നത്. എന്തായാലും ഈ ആസനങ്ങളാണ്. ഇതില് സാഷ്ടാംഗ പ്രണിപാതാസനം ചെയ്തിട്ട് അടുത്ത ഊർധമുഖ ശാസനം ചെയ്യുമ്പോൾ ശ്വാസം എടുക്കേണ്ടതാണ്. അതുകൊണ്ട് സാഷ്ടാംഗ പ്രണിപാതം ചെയ്യുമ്പോൾ
ഈ ബഹിർകുംഭകമായിരിക്കും ചെയ്യുക. കാര്യം എന്താ? ശ്വാസം ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ബഹിർകുംഭകം ചെയ്തിട്ട് വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരും. ഇതിനെ പൂരകമെന്നും രേചകമെന്നും കുംഭകമെന്നും വിളിക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനെ പൂരകം, ഉള്ളിൽ നിർത്തുന്നതിനെ കുംഭകം, അല്ലെങ്കിൽ പുറത്ത് നിർത്തുന്നതിനെ കുംഭകം, പുറത്തേക്ക് പതുക്കെ വിടുന്നതിനെ രേചകം. ഇനി നിങ്ങൾ ഗുരുനാഥന്റെ സങ്കല്പത്തോടു കൂടി ചെയ്യേണ്ട അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഗുരുനാഥന്റെ സങ്കല്പത്തിൽ പ്രാണനെ അതിന്റെ മാത്രകൾ അനുസരിച്ച് വിവരിച്ചു ചെയ്യണം. അത് മൂക്കിലൂടെ തന്നെ ചെയ്യാം, രണ്ട് മൂക്കിലൂടെയോ ഒരു മൂക്കിലൂടെയും ചെയ്യാം. ഗുരുനാഥൻ പറഞ്ഞനുസരിച്ച് പ്രാണനെ മാത്രയായി തിരിക്കണം. നോക്കൂ, ഒരു മാത്ര എന്നത് ഒരു സെക്കൻഡ് ആയിട്ട് ചിന്തിക്കാം. ഒരു മാത്ര 4 മാത്ര കൊണ്ട് ഉള്ളിലേക്ക് എടുത്തു, 8 കൊണ്ട് ഉള്ളിൽ നിർത്തി, 16 കൊണ്ട് പുറത്തുവിടാം. ഇപ്പൊ എടുക്കുമ്പോ 1, 2, 3, 4 ഇതാണ് സെക്കൻഡ്. ഇത്രയും സമയം ഏകദേശം 1 സെക്കൻഡ്. ഈ സമയം കൊണ്ട് എടുക്കണം. 8 സെക്കൻഡ് കൊണ്ട് ഉള്ളിൽ ഹോൾഡ് ചെയ്യണം, നിർത്തണം. 16 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിടണം. പറഞ്ഞപ്പോ തീർന്നു. കണ്ണൊക്കെ തല്ലി പുറത്തു വരും. ആൾക്കാർ എനിക്ക് ശ്വാസം എടുക്കാൻ വിടുകയും ഇത്രയും പാടോ ഒന്ന് എടുത്തു വെച്ച് നോക്കേ. ഇനി 8 കൊണ്ടെടുത്ത് 16 ഉള്ളിൽ നിർത്തി 32 കൊണ്ട് പുറത്തു വിടണം. 16 കൊണ്ടെടുത്ത് 32 ഉള്ളിൽ നിർത്തി 64 കൊണ്ട് പുറത്തു വിടുന്ന ഏതെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ അയാൾ 120 വയസ്സ് വരെ ജീവിക്കും, സംശയമേ ഇല്ല. ഇതാക്കിയോ നമ്മൾ ആയുസ് കിട്ടുന്ന പണിയായി പറയുന്നത്. നമ്മൾ എന്തിനു വേണ്ടിയായി ഡോക്ടറിനൊക്കെ പോകുന്നത്? ജീവൻ നിലനിർത്താനല്ലേ. ഇവിടെ നിസ്സാര കാര്യമാണ്, ഒരു ഫീസും വേണ്ട, ഫ്രീ ആണ് സംഭവം. എന്ത് ചെയ്യാ? ഒരു പണിയും ചെയ്യാൻ വെറുതെ ഇരുന്ന് ശ്വാസം എടുക്കാൻ വിടുക, ശ്വാസം എടുക്കാൻ വിടുക, ആയുസ് ഉണ്ടാകുന്ന പറഞ്ഞാൽ എന്തും ടെക്നിക്കാണ്. ശുദ്ധമായ രീതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്താൽ ആയുസ് വർദ്ധിക്കുമെന്ന് പറയാൻ കാരണം നമുക്ക് എന്തുകൊണ്ടാണ് യൗവനം കുറഞ്ഞു വരുന്നത്? നമുക്ക് കോടിക്കണക്കിന് കോശങ്ങളുണ്ട്, കോശങ്ങളൊക്കെ പൊതുവിൽ നശിച്ചു തുടങ്ങും. അപ്പൊ നമുക്ക് യൗവനം കുറഞ്ഞതായി തോന്നും, ശക്തി കുറയും, ഓജസ് കുറയും, തേജസ് കുറയും. 7 ധാതുക്കളിൽ പ്രധാനമായിട്ടുള്ളത് കുറഞ്ഞു തുടങ്ങും. അപ്പോഴാണ് നമുക്ക് ശരീരത്തില് ക്ഷീണമൊക്കെ ഉണ്ടാകുക. നോക്കൂ, ഇവിടെ ഇപ്പോഴും 90 വയസ്സുള്ള 60, 50 വയസ്സുള്ള അമ്മമാരൊക്കെ സുന്ദരിയാണ്, ഈ അമ്മയൊക്കെ സുന്ദരിയായിട്ടിരിക്കുന്നത്. കണ്ണാടി വെച്ച അമ്മയൊക്കെ, എന്റെ അപ്പുറത്തിരിക്കുന്ന അമ്മയൊക്കെ. എന്തുകൊണ്ടാ അവരൊക്കെ ഇപ്പോഴും ഓജസ്സായിട്ടിരിക്കുന്നത്? അവര് നന്നായിട്ട് പ്രാണായാമം ചെയ്യുന്നു, സന്തോഷമായി ജീവിക്കുന്നു. പ്രാണായാമം ചെയ്തിട്ട് പിന്നെ എങ്ങനെ ജീവിച്ചാൽ മതി? സന്തോഷത്തോടെ ജീവിച്ചാലും മതി. ടെൻഷനുള്ള ആൾക്കാരുടെ മുടിയൊക്കെ പെട്ടെന്ന് നരച്ചു പോകും, അല്ലേ? എന്താ കാര്യം? ആവി വറക്കുന്ന ടെൻഷനാണ് മുകളിൽ, പിന്നെ മുടി തിരക്കാതിരിക്കുമോ? എന്ത് ചെയ്യും? ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും പുറത്തേക്ക് മഴ ചെയ്താൽ അറിയാം യഥാർത്ഥ സ്വരൂപം എന്താണ്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യും? അത്രയും ടെൻഷനാണ്. കുട്ടികൾക്ക് പോലും ഇന്ന് മുടി നരയ്ക്കുന്നില്ലേ? കൊച്ചു കുട്ടികൾക്ക് എന്താണ്? അവർ കൂടുതൽ പഠിക്കണം. ഒരു ഡോക്ടറൊക്കെ പഠിച്ചിരുന്ന കുട്ടികളുണ്ടോ? അവനെ ഒന്നിനും കൊള്ളതില്ല. അവന് എവിടെങ്കിലും 5 കൊല്ലം ഡോക്ടർ എഴുതി വരുമ്പോഴത്തേനും ഒരു പരുവായിരിക്കും. അത്ര കണ്ട് പഠനം ശ്രദ്ധയോടുകൂടി ഇത് പഠിക്കില്ലേ? അത്രയും പഠിക്കേണ്ടല്ലോ. അപ്പൊ അത് കൂടുതൽ നമ്മുടെ സ്ട്രെയിൻ ഉപയോഗിക്കുന്ന അനുസരിച്ച് നമ്മുടെ ശരീരത്തിന് ക്ഷീണം ഉണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ കോശങ്ങൾ പുനർജീവിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് ജീവിക്കാൻ ആവശ്യമായ പ്രാണം വേണം. കോശങ്ങളുടെ പ്രാണം ഏതാ? ഓക്സിജനാണ്, പ്രാണോർജം. ഈ ഓക്സിജൻ പ്രാണോർജം ഓരോ കോശത്തിലേക്കും ചെന്നാൽ എന്ത് കിട്ടും? നമുക്ക് സാറിന് ഉറക്കം വന്നപ്പം ചേച്ചി വെള്ളം കൊടുത്തു, കുടിച്ചു, അല്ലേ? ഇപ്പൊ മാറിയില്ലേ ഉറക്കം? എന്തുകൊണ്ടാ? വെള്ളത്തിനകത്ത് എന്ത് കണ്ടക്റ്റാ ഉള്ളുള്ളത്? ഓക്സിജനാണ് കൂടുതലുള്ളത്. മുഖത്തേക്ക് ചെന്നാൽ പെട്ടെന്ന് പറ്റി പെട്ടെന്നൊരു ക്ഷീണക്കാരി. ഉറക്കം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? കൊട്ടുക ഇടും, അങ്ങനെ പറയാ. എന്തിനും എന്താ കൊട്ടുക? ഈ ഓക്സിജൻ എടുക്കുന്ന പരിപാടിയാണ് കൊട്ടുക. ഇതാണ് കൊട്ടുക. ഓക്സിജൻ വേണം നമുക്ക്. പ്രാണോർജ്ജമില്ല ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കോശങ്ങളിലേക്ക് പ്രാണോർജ്ജം ചെയ്താൽ ചെന്നാൽ ഈ നശിച്ചു തുടങ്ങുന്ന കോശങ്ങളൊക്കെ എന്ത് ചെയ്യും? വീണ്ടും പുനർജീവിച്ചു തുടങ്ങും. പുനർജീവിക്കാൻ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല്, ഓക്സിജൻ ചെന്ന് പ്രവേശിച്ചാൽ ഉടനെ അവിടുന്ന് കാർബൺ ഡയോക്സൈഡ് ആയിട്ടുള്ള ആ കോശം എന്ത് ചെയ്യും? അതിനെ പുറത്തേക്ക് വിടും, നിശ്വാസവായു. അതുകൊണ്ടാണ് ഹോൾഡ് ചെയ്യാൻ കൂടുതൽ സമയവും അതിനേക്കാൾ കൂടുതൽ സമയം പുറത്തേക്ക് വിടാൻ ഉപയോഗിക്കുന്നത്. ഹോൾഡ് ചെയ്താൽ ഉറപ്പായും ഓക്സിജൻ ചെല്ലുമ്പോൾ കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് വിടുന്നുണ്ടാകും അതാത് കോശങ്ങൾ. അതിനെ പുറത്തേക്ക് പൂർണ്ണമായും കളയേണ്ടതുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ളതേ ഇല്ല. അതുകൊണ്ട് ഈ കുംഭകം ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി സമയം കൊണ്ട് എന്ത് ചെയ്യണം? രേചകം ചെയ്യണം, ശ്വാസത്തെ പുറത്തേക്ക് വേണം. ഈ പ്രവൃത്തി നിങ്ങൾ ചെയ്യൂ. നാമം ജപിച്ച് കഴിഞ്ഞിട്ട് രാവിലെ ഒരു 10 മിനിറ്റ്, വൈകിട്ടാണെങ്കിലും ചെയ്യുന്നതിന് പ്രശ്നമില്ല. സമയോചിതമായ രീതിയിൽ ചെയ്യണം. ശരീരം കൂടുതൽ ടെൻഷൻ അടിക്കാത്ത സമയത്ത്, നല്ല പ്രകാശമുള്ള സമയത്ത്, നല്ല വായു കിട്ടുന്ന സമയത്തൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്? ഇത് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ ഇരുന്ന് കുറച്ചു നേരം ചെയ്യൂ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഗുരുവിന്റെ ഉപദേശമില്ലാതെ ചെയ്യാനേ പാടില്ല. ഏതാണ്? ഒരു മൂക്ക് അടച്ചു പിടിച്ച്, മുഖത്തിന്റെ 2 ദ്വാരമുണ്ട്, അതിൽ ഒന്നിലടച്ച്. ചില ആൾക്കാർ ഇങ്ങനെ മുദ്ര കാണിക്കും,
ചില ആൾക്കാർ ഇങ്ങനെ മുദ്ര കാണിക്കും. അതൊക്കെ ഓരോ ഗുരുനാഥങ്ങളുടെ സങ്കല്പമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് പിടിക്കുക. അപ്പൊ അങ്ങനെ മൂക്ക് അടച്ചു പിടിച്ചിട്ട് ഈ വലത് മൂക്കിലൂടെ ശ്വാസം എടുത്തു. ഓമിനെ അകാര, ഉകാര, മകാരാദികളെ മൂന്നായിട്ടിരിക്കും. ഓം അങ്ങനെയാണല്ലോ. അതില് എടുക്കുമ്പോൾ ആ ശബ്ദം പ്രയോഗിക്കുക. ആ ഇങ്ങനെയുള്ള ഓമിന്റെ 3 ശബ്ദത്തെ എടുക്കുമ്പോഴും ഉള്ളിൽ നിർത്തുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും 3 ശബ്ദമായി പ്രകടിപ്പിച്ച് ഓമെന്ന തത്വം നമ്മുടെ ശരീരത്തിലേക്ക് പൂർണ്ണമായി ലയിച്ചു എന്ന വിഷയത്തെ മനസ്സിലാക്കി പ്രാണായാമം. ഇതൊക്കെ ആരുടെ സങ്കല്പത്തെ ചെയ്യാവൂ? ഗുരുനാഥൻ പറയാ ചെയ്യാനേ പാടില്ല, അപകടം ഉണ്ടാകും അല്ലേ. വാ തുറക്കാതെയും ശ്വാസം പുറത്തേക്ക് അല്പാൽപമായി വിട്ടുകൊണ്ട് എന്തുണ്ടാക്കാം? നിങ്ങൾ ബ്രാഹ്മണി ചെയ്യാറില്ലേ? എന്ത് ചെയ്യും? കണ്ണിങ്ങനെ അടച്ചു പിടിച്ച് ചെവിയിൽ ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ എന്ത് ചെയ്യും? ശരീരം മുഴുവൻ ആ തല മുഴുവൻ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. എടുക്കുമ്പോ നല്ല ഒരു ഉന്മേഷം കിട്ടും അല്ലേ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? പുതിയ കോശങ്ങളെ പുനർജീവിപ്പിക്കാൻ മാത്രമല്ല പഴയതിനെ ഉന്മേഷം ഉണ്ടാക്കാൻ എന്ത് സാധിക്കും? അതുകൊണ്ടാണ് ക്യാൻസർ ഒക്കെ വരാതിരിക്കാൻ എന്ത് നല്ലതാണെന്ന് പറയും? പ്രാണായാമം. വന്നിട്ട് ചികിത്സിക്കണം കേട്ടോ. പക്ഷെ വരാതിരിക്കാൻ എന്ത് ചെയ്യാം? വീണ്ടും വരാതിരിക്കാനൊക്കെ എന്ത് ചെയ്യാം? പ്രാണായാമം നല്ലതാണ് എന്ന് പറയും. അതുകൊണ്ട് വീട്ടിൽ പോയിരുന്ന് ഇനി എന്ത് ചെയ്യണം? 5 മിനിറ്റെങ്കിലും ഈ സ്വസ്ഥമായിട്ട് ശ്വാസം എടുക്കണം. അതെ, എന്ത് ചെയ്യണം? പ്രാണായാമം ഒന്നും ചെയ്യണ്ട, സ്വസ്ഥമായിട്ട് ശ്വാസം എടുക്കണം. ഇനി നിങ്ങൾക്ക് നല്ല ജോലി യാത്ര ചെയ്യുന്ന ആളാണ്, ഡ്രൈവറൊക്കെ വെച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാം? അതിന്റെ മുന്നിൽ സീറ്റിൽ ഇരുന്നുകൊണ്ടും എന്ത് ചെയ്യാം? പ്രാണായാമം ചെയ്യാം. തിരക്കൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ 10 മിനിറ്റൊക്കെ യാത്ര ചെയ്യാറുണ്ടെങ്കിൽ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കാം. നല്ലതാണ്. നമുക്ക് സമയം കിട്ടത്തില്ലെങ്കിൽ എന്തായാലും അകത്തെ ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കാൻ എന്ത് വേണം? പ്രാണായാമം വളരെ ആവശ്യമാണ്. ഈ യോഗാസനം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് അല്ലേ. അഷ്ടാംഗ യോഗം, അതിലേക്ക് എത്താൻ ആസനങ്ങളെ പഠിപ്പിക്കാനുള്ളതാണിത്. യോഗാസനം കൊണ്ട് ചെയ്യുക. സ്വസ്ഥമായി ഇരിക്കാനുള്ള ആസനങ്ങളെ ചിന്തിക്കുക. പത്മാസനത്തിൽ ഇരുന്ന ചില ആൾക്കാർക്ക് നന്നായിരിക്കാം, വജ്രാസനത്തിൽ ഇരുന്നാൽ നന്നായിരിക്കാം, സുഖാസനത്തിൽ ഇരുന്നാൽ നന്നായിരിക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ചമ്രം പണിഞ്ഞിരുന്നു അല്ലെങ്കിൽ ചന്ദനക്കൂട്ടിട്ടിരുന്നു എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇരിക്കാം. ഇതെങ്ങനെ വേണമെങ്കിലും ഇരുന്നോളൂ. എന്ത് നിവർന്നിരിക്കണം? നട്ടൽ നിവർന്നിരിക്കണം എന്ന് മാത്രമേ ഇതിന് വ്യവസ്ഥയുള്ളൂ. അതുകൊണ്ട് ഉയർന്നിരുന്നുകൊണ്ടും ഈ പ്രവൃത്തികളൊക്കെ ചെയ്യാമെന്ന് പറയും. നോക്കാം നമുക്ക്. ഇങ്ങനെ ആഭ്യന്തരമായും ബാഹ്യമായുമുള്ള ശരീരത്തിനെ ശുദ്ധി ചെയ്തതിനു ശേഷം ശരീരത്തിന് അധികമായ ഒരു ഊർജം കിട്ടാൻ എന്താണ് മാർഗം? അതിന് നമ്മള് എക്സ്ട്രാ ഓരോ കാര്യങ്ങളൊക്കെ ധരിക്കാൻ നിശ്ചയിച്ചു. അതിനൊന്നാണ് ഈ പറഞ്ഞ തവിട് കൂട് തത്വങ്ങൾ ധരിക്കുക, യന്ത്രങ്ങൾ ധരിക്കുക. ചില ആൾക്കാർ മോതിരം ധരിക്കാറുണ്ട്, ചില ആൾക്കാര് കല്ല് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ധരിക്കാറുണ്ട്, ചില ആൾക്കാര് രുദ്രാക്ഷം ധരിക്കാറുണ്ട്, ചില ആൾക്കാര് മാലകളല്ലാത്തത് പലതും ധരിക്കാറുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ അധികമായി ഈ പ്രപഞ്ചത്തിൽ നിന്ന് വരുന്ന നെഗറ്റീവിനെയൊക്കെ ഒഴിവാക്കി നമുക്കൊരു ഊർജത്തെ പ്രദാനം ചെയ്യാനാണ് നമ്മൾ ഇതൊക്കെ ധരിക്കുക. യന്ത്രത്തിന് 11 മാസം മാത്രമേ ആയുസുള്ളൂ. ഇവിടുന്ന് അഘോര യന്ത്രം പലരും വാങ്ങുന്നുണ്ട്. അത് എത്രമാത്രം ആയുസുള്ളൂ? 11 മാസം കഴിഞ്ഞാൽ ആ യന്ത്രം ഊരി എവിടെയെങ്കിലും വെള്ളത്തിലിട്ട് വെച്ച് ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി വീണ്ടും പൂജിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ വീണ്ടും അതിന് ഒരു ചരടിന് 21 ദിവസം മാത്രമേ എന്തുള്ളൂ അതിന് പ്രയോജനമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് വെറുതെ കയ്യിൽ കെട്ടാം എന്നുള്ളതല്ലാതെ ഒരു പ്രയോജനമില്ല. അതേപോലെ എല്ലാത്തിനും വ്യവസ്ഥകളുണ്ട്. ജീവിതകാലം മുഴുവനൊന്നും അതിന് പ്രയോജനം കിട്ടാൻ ഇടയില്ല. ഏത് കാര്യത്തിലും ഇപ്പൊ കല്ല് ധരിക്കുക എന്നിരിക്കട്ടെ, നിങ്ങൾ ഇന്ദ്രനീലം ധരിച്ചു, ശനിക്ക് വേണ്ടി ധരിച്ചതാണ്. ശനിദോഷം മാറിക്കഴിഞ്ഞാൽ കൈയിട്ടാൽ ഗുണമുണ്ടോ? ഇല്ല. ഇനി ശനിദോഷം ഇരിക്കുമ്പോൾ തന്നെ ശനിയുടെ അവതാരം വന്നാൽ എന്ത് ചെയ്യും? കല്ല് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നല്ലൊരു ശാസ്ത്രകാരന്റെ ഉപദേശമില്ലാതെ ഒരിക്കലും ധരിക്കരുത്, കല്ല് ധരിക്കരുത്, അപകടം ഉണ്ടാകും. അതുപോലെ ഇത് കള്ളത്തരം കാണിക്കുന്നത്. ഇപ്പൊ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് സംവിധാനം, ഗവൺമെന്റ് സംവിധാനം ചെയ്യുന്നത്. ഇവിടെ പോയി ടെസ്റ്റ് ചെയ്തതിന് ബലമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇതൊക്കെ എടുക്കാൻ. ഇനി നിങ്ങൾക്ക് മോതിരം ഉണ്ടാക്കി ധരിക്കുന്നതിന് മുമ്പ് ആ കല്ല് ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ കെട്ടിവെച്ച് നടക്കണം. ഇവിടെ കെട്ടിവെച്ചിട്ട് നടക്കണം. എന്താണ് ഈ കല്ല് നമുക്ക് എങ്ങനെ നമ്മളെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ എന്ത് വേണം? കുറച്ചുകൂടെ ശരീരത്തിൽ ഇരുന്നാലേ മനസ്സിലാവും. അതുകൊണ്ടാണ് താഴെ ഒരു ക്യാപ്പൊക്കെ ഇട്ട് അടച്ചു വെക്കില്ലേ, എന്നിട്ട് അത് തുറന്നു വെക്കുന്നുള്ള ആവശ്യത്തിന് അല്ലേ. ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതിങ്ങനെയൊക്കെയുള്ള പ്രകൃതിയിൽ ഊർജത്തെ സ്വീകരിച്ചു വെച്ചിരിക്കുന്ന ഉപകരണങ്ങളെ കൊണ്ട് ശരീരത്തിൽ ഉണ്ടാക്കുക, എക്സ്ട്രാ എനർജി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്ത് ഇതിന്റെ അവസ്ഥ. ഇപ്പൊ ഒരു ഒരെണ്ണം വായിച്ചു. ഏതാണ്? രുദ്രാക്ഷ. അതിലിപ്പോ സമർപ്പിച്ചത് രുദ്രാക്ഷം. എന്താണ് രുദ്രാക്ഷം? ഭഗവാന്റെ ശ്രേഷ്ഠമായിട്ടുള്ള
ശരീരത്തിൽ നിന്നും എന്തുമായിട്ടാ എന്റെ രുദ്രാക്ഷം ഭഗവാന്റെ അംശത്തിൽ നിന്നുണ്ടായതാണെന്ത് രുദ്രാക്ഷം. ഇത് കൂടുതൽ ലഭിക്കുന്നത് നേപ്പാളിലാണ്. ഈ രുദ്രാക്ഷം നല്ലതുണ്ടാവുന്നത് നേപ്പാളിൽ. എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നുണ്ട്. ചില കാര്യങ്ങൾക്ക് ചില സ്ഥലത്ത് പ്രാധാന്യമുണ്ടല്ലോ. എന്നതുപോലെ നേപ്പാളിലാണ് ഇത് കൂടുതൽ ഉണ്ടാകുക. ആ നേപ്പാളിൽ ഉണ്ടാകുന്ന രുദ്രാക്ഷം ആണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഇതിനെ ഏകമുഖം മുതൽ 21 മുഖം 24 മുഖമുള്ളവരെ ഇപ്പൊ എന്തിൽ പറഞ്ഞു, ഭാഗവത്തിൽ പറഞ്ഞു അല്ലേ. അതില് പഞ്ചമുഖമാണ് നമ്മൾ പൊതുവിൽ ഉപയോഗിക്കാറ്. ഇതാണ് പഞ്ചമുഖം. നിങ്ങൾ നോക്കൂ, മുഖം എങ്ങനെ തിരിച്ചറിയാ? അതിലൊരു വെട്ടുപോയിട്ടുള്ള ഒരു സാധനം ഉണ്ടാകും. നോക്കൂ, 1, 2, 3, 4. ഇതിന് ശിവനായിട്ടാണ് കാണുക. ഇതൊരു ഗുരു സങ്കല്പത്തിലൊക്കെ ധരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാനിത് പൂജയ്ക്ക് മാത്രമോ അല്ലെങ്കിൽ നമസ്കാരം മാത്രം സമയത്ത് ധരിക്കാറുള്ളൂ. ധരിക്കുന്നത് വിഷമമില്ല. നമ്മുടെ ഒരു ഗുരുനാഥൻ തന്നതായതുകൊണ്ട് അദ്ദേഹത്തിന്റെ സങ്കല്പത്തിൽ ഞാനിത് ധരിച്ചിട്ടിരുന്നു പൂജ കഴിക്കുക അല്ലെങ്കിൽ നമസ്കാരം ചെയ്യുകയൊക്കെ ചെയ്യാം. ഇതാണ് ഗുരു സങ്കല്പം. ശിവനാണ് എന്ത് പഞ്ചമുഖ രുദ്രാക്ഷം, ശിവനാണ്. കുറഞ്ഞത് ഇത്രയും വലിപ്പമുള്ളതെങ്കിലും ധരിക്കണം. നെല്ലിക്ക വലിപ്പമുള്ളത് ധരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്, ഗ്രന്ഥത്തിൽ പറഞ്ഞത്. നെല്ലിക്ക വലിപ്പമുള്ളത് ഇവിടെ വലുതായാലും വേണ്ടില്ല. അപ്പോ കുറഞ്ഞത് ഇത്രയും വലിപ്പമെങ്കിലും വേണം, ധരിച്ചാൽ ഗുണമുണ്ടാകും. ഇവിടെ ഞാൻ ധരിച്ചിട്ടുണ്ട്. ഇത് വളരെ ഒരു ഫാഷന് വേണ്ടിയിട്ട്, ഒരു സന്തോഷം അതിന് വേണ്ടി ധരിച്ചിരിക്കുക. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് രുദ്രാക്ഷമാണ്. ഇതിന് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട് ധരിച്ചിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും പ്രധാനം. ഇത് കയ്യിൽ ധരിക്കാം, കണ്ടത്തിൽ ധരിക്കാം, അതേപോലെ കൈയുടെ മുട്ടിനൊക്കെ ധരിക്കാം. ഇപ്പൊ പറഞ്ഞല്ലോ, അതിനൊക്കെ എണ്ണവും പറഞ്ഞു. 12, 24, മൊത്തം അളവ് 108 ഇങ്ങനെ 108 രുദ്രാക്ഷം ധരിച്ചാൽ കുറെ താഴെ പോകുന്നതുകൊണ്ട് നമ്മൾ 54 അതിന്റെ ഡിവൈഡ് ആയിട്ടോ ഒക്കെ ധരിക്കാറുണ്ട്. ഇതില് ഞാൻ 16 മുഖമുള്ള രുദ്രാക്ഷം വരെ കണ്ടിട്ടുണ്ട്. അതിന് മുകളിലേക്കുള്ള ആരെങ്കിലുണ്ടോ? 16 മുഖമുള്ളത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. 11 മുഖമുള്ളത് വരെ എന്റെ കയ്യിലുണ്ട്. കുറച്ച് കൂടുതലാകുമ്പോൾ വിലയൊക്കെ കൂടുതലാണ്. കുറച്ച് വാങ്ങിത്ത ആൾക്കാരൊക്കെ തരും. വില കൂടുതൽ മാത്രമല്ല, ഇത് യഥാർത്ഥ എന്താണെന്ന് അറിയാൻ നമുക്ക് പറ്റില്ല. ഇത് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ കഴിഞ്ഞ ഒരു 4 വർഷം മുമ്പ് ക്ഷേത്രത്തിൽ സത്താറിനെ പോയി രുദ്രാക്ഷം കൊണ്ട് പറയിടും. ആ ക്ഷേത്രത്തിൽ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ അവിടെ രുദ്രാക്ഷ മരമുണ്ട്. രുദ്രാക്ഷ പറ വളരെ പ്രധാനം, ശിവനാണ് അവിടെ. അപ്പൊ അവിടെ മേൽശാന്തി എന്നെ കാണാൻ കുറെ രുദ്രാക്ഷം കൊണ്ടുവന്നു അദ്ദേഹം. അപ്പൊ എനിക്ക് കുറച്ച് തന്നു. അതിൽ വളരെ ഏറായിട്ടാണ് 1000, 10,000 ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ 2 മുഖവും 1 മുഖമൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഉണ്ടാവുക. അങ്ങനെ 1-2 എനിക്ക് 4 മുഖത്തിലേക്ക് അദ്ദേഹം തന്നു. അപ്പൊ അദ്ദേഹം ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. അപ്പൊ അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ രുദ്രാക്ഷത്തിന് അടുത്ത് വെച്ചു. അപ്പൊ ഈ രുദ്രാക്ഷം കാരണം പറയും ചലിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാ? ഈ കൈക്ക് ഇടയിൽ എന്തുണ്ട്? ഈ വിരലിലും ഇടയില് ഇവിടെ ഒരു ഊർജ്ജം ഉണ്ടല്ലോ. തൊഴുത് പിടിക്കുന്ന എന്തിനാ? നമ്മള് ക്ഷേത്രത്തിൽ പോകുമ്പോ ആ ഊർജ്ജം വീണ്ടും ശരീരത്തിലേക്ക് സംക്രമണം ചെയ്യാനാണ്. അപ്പൊ ഈ ഊർജ്ജത്തിന്റെ പ്രശ്നം ഗുണം കൊണ്ട് ഇതിനകത്ത് ഊർജ്ജം ഉള്ളതുകൊണ്ട് അത് എന്ത് ചെയ്യാ? ചെറുതായിട്ട് അനങ്ങാൻ തുടങ്ങും. അങ്ങനെയുള്ള രുദ്രാക്ഷമാണ് ഏറ്റവും നല്ലത്. സ്വന്തമായിട്ട് തന്നെ ഈ രുദ്രാക്ഷത്തിന്റെ ഹോള് താഴെക്കുള്ള ശിശിരം ഉണ്ടല്ലോ, അത് സ്വയമേ ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതല്ല. നമ്മുടെ നാട്ടിലൊക്കെ പലതും ഉണ്ടാകാറുണ്ട്. അതിനെ ഭദ്രാക്ഷം എന്നും പറയാറുണ്ട്. ഇതുപോലെ തന്നെ ഇരിക്കും. അതിന്റെ ഇലയ്ക്ക് ചില വ്യത്യാസം ഉണ്ടാകും. അതിനെ ഭദ്രാക്ഷം എന്ന് പറയാറുണ്ട്. വേണ്ടത് രുദ്രാക്ഷമാണ്. അപ്പൊ അങ്ങനെ ഇത് ധരിച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഈ രുദ്രാക്ഷത്തിന്റെ ഊർജ്ജത്തിനുണ്ടെന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ മലയൊക്കെ കയറുമ്പോ ഇത് എനിക്ക് വളരെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. മലയൊക്കെ നമ്മൾ ഇത് ഇട്ടുകൊണ്ട് കയറിയാൽ നേരത്തെ ഉണ്ടാകുന്ന അത്ര കിതപ്പുണ്ടാകാതെ നമ്മൾ ഒരു പരിധിവരെ രുദ്രാക്ഷം നമ്മളെ സഹായിക്കാറുണ്ട്. അപ്പൊ പിന്നെ ഒരു ആത്മവിശ്വാസം കൂടുതൽ ഉണ്ടാവുമല്ലോ. ഇത് കിടക്കുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം കൂടി കിട്ടും. അത് വലിയൊരു കാരണമാണ്. അതുകൊണ്ട് രുദ്രാക്ഷം ധരിക്കുക. 6 രുദ്രാക്ഷം അത് ഷൺമുഖനാണ്. വെളുത്തത്, ചുമന്നത്, കറുപ്പ്, അങ്ങനെ പലതുണ്ടാകും. ഏറ്റവും നല്ലത് കറുപ്പാണ്. ഇതിനേക്കാൾ കുറച്ചുകൂടി കറുത്തത് ഞാൻ മഹാദേവന്റെ കാര്യത്തിൽ ഇട്ടിട്ടുണ്ട്. അവിടെ ചാരത്ത ശിവലിംഗത്തിൽ അത് വെള്ളി കെട്ടിയതാണ്. അത് കുറച്ചുകൂടി കറുത്തതാണ്. അത് ഇതിനെക്കാട്ടി കുറച്ചുകൂടി നല്ലത് കറുപ്പാണ് എന്ന് പറയും ഭഗവാനെ സങ്കല്പിച്ചിട്ട്. ഇങ്ങനെയുള്ള രുദ്രാക്ഷം വാങ്ങി അതിനെ ശരീരരക്ഷയ്ക്ക് വേണ്ടി ധരിക്കുന്നത് നല്ലതാണ്. പക്ഷെ വാങ്ങുമ്പോൾ എന്ത് ചെയ്യണം? ശ്രദ്ധയോടുകൂടി ധരിക്കണം. ഇനി എന്റെ ഒരു ചോദ്യം, സ്ത്രീകൾക്ക് രുദ്രാക്ഷം ധരിക്കാമോ? എന്താ മോനെ? ധരിക്കാം അല്ലേ? ഇനി ഭക്തമതികളായിരിക്കുമ്പോൾ ധരിക്കാമോ? പ്രമാണ ശൂരാണോ ദൈവഭാഗമാണെങ്കിൽ ധരിക്കാമെന്ന് തന്നെയാണ്. പക്ഷെ നമ്മളാരും അങ്ങനെ ധരിക്കാറില്ല. കാരണം നമുക്ക് കുറച്ച് കൂടുതൽ അതിനോട് പ്രതിബദ്ധതയൊക്കെ ഉള്ളതുകൊണ്ട്
അത് പ്രമാണമൊന്നുമല്ല. നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി നമ്മൾ ചെയ്യാറില്ല. ആ കാലഘട്ടത്തിൽ ചെയ്യാറില്ല, രുദ്രാക്ഷം ധരിക്കാറില്ല. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ശുദ്ധിമതിയാക്കി ആയിക്കഴിഞ്ഞാൽ ഒരു വാനപ്രസ്ഥത്തിലേക്കൊക്കെ കടന്നുകൊണ്ടൊക്കെ ബോധ്യപ്പെട്ടാൽ നമ്മള് 60 ഷഷ്ടിപൂർത്തി നടത്തുന്ന അച്ഛനും അമ്മയ്ക്കൊക്കെ എന്ത് വിളിച്ചു കൊടുക്കാറുണ്ട്? അത് അപകടമാണ്, മേടിച്ചുള്ളത് എവിടെയെങ്കിലും ഒഴുക്കി ഇരുത്താനാ, ഇട്ടുണ്ടാവണം ഇരുന്നോണ്ട് അനങ്ങി പോകരുത് എന്നൊക്കെ പറയാൻ. എനിക്കത് ഷഷ്ടിപൂർത്തി നടന്ന അമ്മയ്ക്ക് എന്തുകൊണ്ട് കൊടുക്കും? ഒരു രുദ്രാക്ഷമൊക്കെ വെള്ളിക്കൊണ്ട് ഇരുന്നതാടക്കം ഇരുന്നോണം, മേല ഉണ്ടല്ലോ ഇരുന്നോണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. എന്താണ് ആ സമയം മുതൽ എന്തിനുള്ള സമയമാണ്? ഈശ്വര സാക്ഷാത്കാരത്തിന് കൂടുതൽ അടുക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ താല്പര്യം ഉണ്ടാകാനായി ഇത് കൊടുക്കുന്നവള് രുദ്രാക്ഷം പോലെയുള്ള സാധനങ്ങള് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് മുതൽ 24 മുഖം വരെയുള്ള രുദ്രാക്ഷം ഉണ്ടെന്ന് ദേവി ഭാഗവത് പറഞ്ഞു. അതില് 5 മഹാദേവനാണ്, 6 ഷൺമുഖനാണ്, അതിൽ 4 ഭഗവാൻ നാരായണ സ്വാമിയാണ്, 8 ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ദേവന്മാരെ കൂടി പറഞ്ഞു വെച്ചു. ഏകമുഖ രുദ്രാക്ഷം എന്റെ ഓർമ്മയുണ്ട്. എനിക്ക് സിംഗപ്പൂരിൽ പോയ സമയത്ത് തന്നതാണ്. ഒരു ഒറ്റ മുഖം, ഇതേപോലെ തന്നെ ഒരു വൃത്തത്തില് ഒരു മുഖമുള്ളതാണ് രുദ്രാക്ഷം. അപ്പോ ഇങ്ങനെ ശരീരത്തെ ഭാഗ്യമായി തന്റെ ജീവിതചര്യ കൊണ്ട് ശുദ്ധി ചെയ്ത് സൂക്ഷിക്കുകയും അത് എഴുന്നേൽക്കുന്നത് മുതൽ കിടക്കുന്നത് വരെയും, തുടർന്ന് ഉള്ളില് ആഭ്യന്തരമായിട്ട് ഭാഗ്യമായിട്ടുള്ളത് ആഭ്യന്തരമായിട്ട് പ്രാണായാമം തുടങ്ങിയ കാര്യങ്ങളെ കൊണ്ട് അതിനെ ശുദ്ധി ചെയ്ത് സൂക്ഷിക്കുകയും, അതിനോടൊപ്പം പ്രായ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ശരീരരക്ഷയ്ക്കായിട്ട് ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ മുൻകൂട്ടി ഊർജത്തെ സ്വീകരിച്ചു വെച്ചിരിക്കുന്ന ഉപകരണങ്ങളെ ഇതേപോലെ ധരിച്ചുകൊണ്ട് ശരീരത്തെ സൂക്ഷിക്കുകയും ചെയ്തു കൊള്ളണം എന്ന് എന്ത് പറയാ ഈ ഭാഗവതം. ഞാൻ ഇത്ര വിശദമായി പറയാൻ കാരണം ശരീരം ആദ്യം ഖലു ധർമ്മ സാധനം. എനിക്ക് കൂടുതൽ പറയണമെങ്കിൽ ഇത് വേണം, ശബ്ദം വേണ്ടേ? ശബ്ദമില്ലാതെ പറയാൻ പറ്റുമോ? ഇല്ല. എനിക്ക് കേരളത്തിൽ നിന്ന് ഇവിടെ യാത്ര ചെയ്തു വരാൻ എന്ത് വേണം? ശരീരത്തിന് ശക്തി വേണം, അല്ലാതെ വരാൻ പറ്റില്ല. കുറെ കഴിയുമ്പോൾ ശക്തിയൊക്കെ പോയി ഇല്ലാതായ പിന്നെ എന്നെ ആരും വിളിക്കില്ല. ഞാൻ വീട്ടില് ഒരു സ്ഥലത്തിൽ ഞാൻ പല്ല് പൊടിഞ്ഞ സിംഹമായി പോയി എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതെ എവിടെയെങ്കിലും സമാധാനത്തിരിക്കണം, അല്ലെങ്കിൽ പല്ലടിച്ച് ഒഴിക്കും നാട്ടുകാർ. അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് മാറിയിരിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യാം? മാറിയിരുന്നേക്കണം, അല്ലേ? സ്വരം ചീത്തയാവുന്നതിന് മുമ്പ് പാട്ട്. അതുകൊണ്ടാണ് യേശുദാസൊക്കെ ഇപ്പൊ പാട്ട് പാടാത്തത്. അല്ല, അദ്ദേഹം വളരെ ഗംഭീരമായി പാടി വെച്ചിരിക്കല്ലേ ഓരോ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാം? ഇപ്പൊ അതിനുവേണ്ടി ഗുജറാത്ത് അതുകൊണ്ടായിരിക്കാം. എന്താണ് ഇത്രയും ഗംഭീരം അദ്ദേഹത്തിന്റെ പാട്ട് നമ്മുടെ വിചാരിക്കുന്നുണ്ട്, ഇങ്ങനെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നതുപോലെ നമ്മൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ എല്ലാവരും എങ്ങോട്ട് മാറേണ്ടി വരും? ഈ പൊതു സ്ഥലത്തുനിന്ന് പതുക്കെ അവനവന്റെ സ്പേസിലേക്ക് മാറിയിരിക്കേണ്ടി വരും. ഉറപ്പാണ് ആ കാര്യം. ഇത്രയും ആൾക്കാർ മാറിയിരിക്കുന്നു, നമ്മളൊക്കെ മാറേണ്ടി വരും. അപ്പൊ അങ്ങനെ മാറേണ്ടി വരുന്ന കാലഘട്ടം വരെയും ശരീരം നന്നായി പ്രവൃത്തി ചെയ്യാൻ എന്ത് ചെയ്യണം? ശരീരത്തെ സ്വസ്ഥമായിട്ട് മോക്ഷിക്കണം. പിന്നെയോ പ്രാണായാമം ചെയ്താൽ സൗന്ദര്യം ഉണ്ടാവും. നാളെ തൊട്ട് എന്ത് ചെയ്യാം? എല്ലാവരും പ്രാണായാമം ചെയ്യണം. ഫേഷ്യൽ ചെയ്യാതെ, ക്രീം ഉപയോഗിക്കാതെ, മഞ്ഞൾപ്പൊടി വാരി പുരട്ടാതെ, വീട്ടിലുള്ള കുങ്കുമോ അതും ഇതും വാരി കയ്യിനകത്തും അതിനകത്തും ഒക്കെ ഇട്ട് പുരട്ടാതെ ഇതൊക്കെ ഉണ്ടാവും, സൗന്ദര്യം ഉണ്ടാവും. ഞാൻ സുന്ദരനല്ലേ? ആണോ? പ്രാണായാമം ചെയ്യുന്നതുകൊണ്ടാണ്. എന്ത് ചെയ്യണം? നമ്മുടെ ലക്ഷൻ അവിടെ കൊണ്ട് എപ്പോഴാണ് കണ്ടത്? ഇന്നലെ നമ്മെ കുറിച്ച് പറഞ്ഞത് കേട്ടോ. ഇന്നലെ വന്നില്ലേ? ഇന്നലെ വന്നില്ലേ? ഗംഭീരമല്ല കേട്ടോ. എത്ര ഗംഭീര ഫിഗറായിരുന്നു അറിയാം കാണുന്നത്. ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ കുട്ടിക്ക്. ഇന്നലെ ചോദിച്ചു അമ്മയ്ക്ക്. ഇന്നലെ ഞങ്ങൾ എല്ലാവർക്കും കഴിയുന്നുണ്ടേ, അമ്മമാരൊക്കെ അമ്മയ്ക്ക്. അപ്പോ എന്ത് ചെയ്യും? പ്രാണായാമം ചെയ്യാൻ സൗന്ദര്യം ഉണ്ടാകുന്നത് വെറുതെ അല്ല. നിങ്ങൾ തേജസ്വികളായിട്ടുള്ള മുനിമാരെയൊക്കെ നോക്കൂ. പ്രാണായാമം ചെയ്യുന്നത് എന്ത് ചെയ്യും? കണ്ണിലൊക്കെ നല്ല തേജസ് ഉണ്ടാകും, മുഖമൊക്കെ നന്നായിട്ടുണ്ടാകും. അപ്പോ ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് യുവത്വമുള്ള മുനിമാരെ കണ്ടാൽ നിങ്ങൾ ആ കാലഘട്ടത്തിൽ കൂടുതൽ ആ കാലം ചെയ്തുകൊണ്ടേയിരിക്കും. കുറെ യാത്ര ചെയ്യാൻ തുടങ്ങിയ പിന്നെ സമയം ഉണ്ടാവില്ലല്ലോ. സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് കുറെ നാൾ നമ്മൾ തന്നെ ചെയ്താൽ നമുക്ക് എന്താകും? നല്ല മാറ്റം ഉണ്ടാകും. ഇങ്ങനെ ശരീരത്തെ രക്ഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. ഇനി ഒരു ചോദ്യം കൂടി ഇവിടെ ഉണ്ട്. ശരീരത്തെ രക്ഷിക്കുന്നത്, ശരീരം ഉണ്ടായത്, ശരീരത്തെ നിലനിർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്താ മനുഷ്യനായി പറഞ്ഞത്? എന്തിനാണ്? എന്താ ഉദ്ദേശം? സന്തതികൾ ഉണ്ടാകുന്നത് മാത്രമാണോ? സന്തതികളെ വളർത്തുന്നത് മാത്രമാണോ? ജോലി ചെയ്യുക മാത്രമാണോ? അവസാനം എന്താണ് ഉദ്ദേശം? അങ്ങോട്ട് ചേരലാണ് ആത്യന്തികമായ ലക്ഷ്യം. ശരീരം എന്തിനാണ്? ശരീരത്തെ രക്ഷിക്കുന്ന എന്തിനാണ്? ഈശ്വരനിലേക്ക് നടന്നെടുക്കാൻ. ഇതിന് ശക്തി ഉണ്ടാകണം, കാലിന് ശക്തി ഉണ്ടാകണം. ഈശ്വരനെ പൂജിക്കാൻ കൈക്ക് ശക്തി ഉണ്ടാകണം.
നാമം ജപിക്കാൻ നാവിന് ശക്തി ഉണ്ടാകണം, ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കാൻ കണ്ണിന് ശക്തി ഉണ്ടാകണം, നാമം കേൾക്കാൻ കാതിന് ശക്തി ഉണ്ടാകണം, ഭഗവാനെ സ്പർശിക്കാൻ ത്വക്കിൽ ശക്തി ഉണ്ടാകണം. ഇന്ദ്രിയങ്ങൾ എല്ലാവരും ഇതിനാണ്, ഒറ്റ തരത്തിലാണ് ഈ ശരീരം ഉണ്ടായത്. ഇതിനു വേണ്ടിയിട്ടാണ് ഭഗവാനെ സ്വീകരിക്കാനാണെന്ന ബോധ്യവും നമുക്കിടയ്ക്ക് ഉണ്ടാകണം. അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ ചിത്രം ഒന്നുകൂടി ഓർത്തു വെച്ചുകൊള്ളണം. സംസാര വൃക്ഷം, അതിലൊരു ശാഖയുണ്ട്. ആ ശാഖയുടെ കടക്കൽ കറുത്തതും വെളുത്തതുമായ എലികൾ കരണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആ ശാഖയിൽ തൂങ്ങിയാണ് കിടപ്പ്. മുകളിൽ നല്ല തേൻതുള്ളികൾ താഴേക്ക് വീഴുന്നുണ്ട്. ആ ജീവിതത്തിലെ നമ്മുടെ കർമ്മബന്ധം കൊണ്ട് കിട്ടിയ ഗുണങ്ങളാണ്. അതിനെ കഴിക്കാനായി നമ്മൾ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് തൂങ്ങിക്കിടന്നുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇടത് ഭാഗത്ത് വലത് കൈ നീട്ടി ആര് നിൽപ്പുണ്ട്? ഭഗവാൻ നിൽപ്പുണ്ട്. താഴേക്ക് വീണാൽ കാള സർപ്പങ്ങളുള്ള കിണറ്റിലാണ് വീഴേണ്ടത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ താഴേക്ക് നോക്കുന്നില്ല. എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്? മുകളിലേക്ക് മാത്രം നോക്കി ആ തേൻതുള്ളികളെ സ്വീകരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. താഴേക്ക് നോക്കിയാലേ അറിയൂ എങ്ങോട്ടാ വീട്. നോക്കുന്നതേ ഇല്ല. ഇടത്തോട്ട് നോക്കാറില്ല, വലത്തോട്ട് നോക്കാറില്ല. വലത്തോട്ട് നോക്കിയാൽ ഭഗവാനെ കാണാം, ഇടത്തോട്ട് നോക്കിയാൽ ശാഖ കരണ്ട് നിൽക്കുന്ന എലികളെ കാണാം. ഇവർ രണ്ടുപേരെ നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ട്? മുകളിൽ നിന്ന് കിട്ടുന്ന ആ സുഖങ്ങളെ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇടയിൽ എന്ത് ചെയ്തു കൊള്ളണം? ഒരു കൈ ഇടത് ഭാഗത്ത് നിൽക്കുന്ന, വലത് ഭാഗത്ത് നിൽക്കുന്ന ഭഗവാന്റെ കയ്യില് ഇരിക്കാൻ കൊടുക്കണം. ഒരു കൈ എവിടെ തൂങ്ങി പിടിച്ചു കൊള്ളണം? ശാഖയിൽ തൂങ്ങി പിടിച്ചു കിടന്ന് കഴിയുന്നത് പോലെ ജീവിതത്തിൽ ധർമ്മകർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചു മുന്നോട്ട് പോകണം. അങ്ങനെ പോകുമ്പോ ഒരിക്കൽ സംസാര വൃക്ഷത്തിൽ നിന്ന് ശാഖ അടരും, അല്ലെ? കറുത്തതും വെളുത്തതുമായ എലികൾ ഇത് കരണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അടർന്നു പോകും. അടർന്നു പോയാൽ താഴേക്ക് വീഴും എന്നുള്ളത് ഉറപ്പാണ്. ആ സമയം നമ്മൾ എങ്ങോട്ട് പതിക്കേണ്ടി വരും? ഈ കാളസർപ്പത്തിന്റെ വായിലേക്ക്. വീഴാതിരിക്കാൻ ആരെ പിടിച്ചിട്ടുണ്ട്? ഭഗവാനെ പിടിച്ചിട്ടുണ്ട്. ഭഗവാൻ എന്ത് ചെയ്യും? ഒന്ന് മുകളിലേക്ക് ഉയർത്തും. വീണ്ടും നമുക്ക് ഭഗവാനെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു ജന്മം ലഭിക്കും. പല 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 ജന്മങ്ങൾ കഴിഞ്ഞാണെങ്കിലും നമുക്ക് ചെല്ലാൻ സാധിക്കും. ഭഗവതിയുടെ അടുത്തേക്ക്, ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാൻ സാധിക്കും. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ശബരിമലയിൽ പോകാനായി വ്രതമെടുത്തു. പത്തനംതിട്ട ചെന്നപ്പോ തീർന്നു. എന്താണ് തീർന്നു? ആത്മ അയ്യോ തീർന്നു പറയാൻ നമുക്ക് ചിന്തയില്ല, അല്ലേ? ചില ചേച്ചിമാരൊക്കെ പറയുന്നില്ല, ചേട്ടൻ മരിക്കും, എന്നെ കൂടെ കൊണ്ടുപോകും ചേട്ടാ. അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴാണ് കരയോഗത്തിലെ പ്രസിഡന്റ് വന്നാൽ നീ കൂടെ കൂടി ചാടിക്കൂടി ചിതയിലോട്ട്. കൊള്ളാമല്ല കൊച്ചേട്ടാ, എത്ര കാലം നീ ജീവിക്കാനുണ്ട്, ഇപ്പൊ ചാടുന്നെന്തിനാ? മനസ്സിലായില്ലേ? ഇതാണ് ജീവിതം. നമുക്ക് ആഗ്രഹം കൂടുതലല്ലേ? അതുകൊണ്ട് തീർന്നു. എവിടെ ചെന്നപ്പോ? പത്തനംതിട്ട ചെന്നപ്പോ. പക്ഷേ കയ്യിൽ പിടിച്ചാൽ എങ്ങോട്ട് വീഴില്ല? കാളസർപ്പത്തിൽ പോകില്ല. അവിടുന്ന് വീണ്ടും ആരംഭിക്കാം. ഗംഗാനദി ചെന്ന് കുളിച്ചു കിടന്നപ്പോൾ വീണ്ടും തീർന്നു. അവിടെയും താഴേക്ക് വീഴാതിരിക്കാൻ ആരെ പിടിച്ചിട്ടുണ്ട്? ഭഗവാനെ. 18 അമ്മയുടെ മുന്നിൽ ചെന്നപ്പോ തീർന്നു. വീണ്ടും അവിടുന്ന് കയറി ഭഗവാനെ മുമ്പിൽ ചെന്ന് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയുന്നത് വരെയും പല 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 ജന്മങ്ങൾ കഴിഞ്ഞാണെങ്കിലും എന്ത് പോകണം? ഈ മനുഷ്യ ജന്മത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ഭൗതികമായ സുഖങ്ങൾ മാത്രം കണ്ടുകൊണ്ട് ജീവിക്കാതെ അതിൽ ജീവിക്കുമ്പോഴും നോക്കൂ, ചിത്രം നല്ല സിനിമ അല്ലെ? മോഹൻലാലിന്റെ ഒക്കെ ചിത്രം ഗംഭീരമായിട്ട് വന്നില്ലേ? തുടരും. കണ്ടോ പടം? ഞാൻ പോയി കണ്ടു. തുടരും. അപ്പോ അതൊക്കെ വരുന്നത് ആ ചിത്രം വന്ന് പതിക്കാനായിട്ട് എന്തുണ്ട്? സ്ക്രീൻ ഉണ്ട്. നല്ല വെളുത്ത തുണിയാണ് അല്ലെ? സ്ക്രീനാണ്. സ്ക്രീനെയാണ് നമ്മളത് കാണുന്നത്. പക്ഷെ അതിലേക്ക് അതിന്റെ കളറുകൾ, അതിന്റെ സംവിധാനം വന്ന് പതിക്കുമ്പോ എന്തുണ്ടായി? അവിടെ മോഹൻലാൽ ഉണ്ടായി, ശോഭന ഉണ്ടായി, ശോഭനയല്ലേ എന്തായാലും അവരൊക്കെ ഉണ്ടായി. അങ്ങോട്ടും സ്റ്റണ്ടായി, പ്രശ്നമായി, കുഴപ്പമായി, ചിരിയായി, തമാശയായി. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് ഇവിടെ ഓഫ് ആകുമ്പോ എന്ത് മാത്രമേ ഉള്ളൂ? സ്ക്രീൻ മാത്രമേ ഉള്ളൂ. ഈ വന്ന മോഹൻലാലോ അല്ലെങ്കിൽ ഏതെങ്കിലും കഥാപാത്രമോ സ്ക്രീനിനെ ബാധിച്ചോ? ഇല്ല. സ്ക്രീനിനെ ബാധിക്കുന്നതേ ഇല്ല. സ്ക്രീൻ എങ്ങനെ നിൽക്കുന്നു? വെളുത്ത പ്രതലമായി തന്നെ നിൽക്കുന്നു. വന്നവരൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് പോയി. ഇതിപ്പോഴും അവിടെ തന്നെ ഉണ്ട്. നമ്മളൊക്കെ അങ്ങനെയാണ്. വന്നു, ഓരോ വേഷം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആചാര്യനാണ് ഞാനിപ്പോ. ഇവിടെ അങ്ങോട്ട് പോയാൽ അച്ഛനായി, മകനായി, ഭർത്താവായി, ഭാര്യയായി കൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അങ്ങനല്ലേ? ഇവിടൊക്കെ എന്റെ മുമ്പ് സമാധാനമായിട്ടിരിക്കുമ്പോ ഇങ്ങനെയാണോ നിങ്ങൾ വീട്ടിലൊക്കെ? പറയണ്ട, വീട്ടിൽ ചെന്നാലേ അറിയാൻ പറ്റും. നമ്മുടെ തനി സ്വരൂപമൊക്കെ നമ്മൾ എടുക്കും. അപ്പൊ നമ്മൾ ആരൊക്കെ ആവും? നമ്മൾ പലരും ആവും. അങ്ങനെയൊക്കെ ആയി ജീവിച്ച്
ഈ പ്രപഞ്ചത്തിൽ വന്ന് ജീവിച്ച് ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളെ കൃത്യമായി അഭിനയിച്ച് സന്തോഷത്തോടെ ഇവിടുന്ന് പോകുമ്പോ നമ്മൾ വന്നത് കൊണ്ടോ നമ്മൾ ഇരുന്നത് കൊണ്ടോ നമ്മൾ പ്രവർത്തിച്ചത് കൊണ്ടോ ഈ പ്രകൃതിക്കോ പ്രപഞ്ചത്തിനോ യാതൊരു വിധമായ ബന്ധമോ തോന്നാറില്ല. എന്തുപറ്റി? അതൊക്കെ